സോളാർ കേസിലെ വെളിപ്പെടുത്തലുകളുമായി അഭിഭാഷകൻ ഫെനി ബാലകൃഷ്ണൻ. ഉമ്മൻചാണ്ടിയുടെ പേര് അതിൽ എഴുതി ചേർക്കപ്പെടുന്ന കോൺസ്പിറസിയിൽ ഗൂഢാലോചനയിൽ അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ പങ്കുകാരനല്ലേ? അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ മുഖ്യനെ താരണം. എന്റെ കാരണം സാർ ഇനി മന്ത്രിയാവാൻ, ഗണേഷ് കുമാർ സാർ മന്ത്രിയാവാൻ പോകുന്നില്ല, അവിടെ നിന്നുള്ള സഹകരണം കിട്ടുന്നില്ല. പ്രമുഖരുടെ പേരുകൾ സോളാർ കേസിൽ വന്നതെങ്ങനെ? ഉമ്മൻചാണ്ടിയോട് കുറ്റബോധം തോന്നുന്ന താങ്കൾക്ക് ഈ നേതാക്കളോട് തോന്നാത്ത എന്താണ്? തെളിവുകളുമില്ലാതെ കേരളത്തിന്റെ പൊതുസമൂഹത്തിലുള്ള നേതാക്കന്മാരെ എന്താണ് ഈ കേസിലേക്ക് നിങ്ങൾ വലിച്ചിടാൻ ശ്രമിക്കരുത്. അംബാനു റബിയെ താങ്കൾ വിളിക്കുന്നത് 42 തവണ, ബെന്നി ബെഹനാനെ താങ്കൾ വിളിക്കുന്നത് 150 തവണ. ഒരു ബന്ധവുമില്ല, പിന്നെ എന്തിനാണ് ഇവർ ഇത്ര വിളിക്കുന്നത്? ഒരു ബന്ധം എനിക്ക് ബന്ധു വിളിച്ചുകൂടെ? ഇവിടെ ഉയരുന്നത് നാടിന്റെ ശബ്ദമാണ്. ഇവിടെ കേൾക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള വാദമാണ്. പ്രിയ പ്രേക്ഷകർക്ക് വി-ഗാർഡ് ജനകീയ കോടതിയിലേക്ക് സ്വാഗതം. വി-ഗാർഡ് ജനകീയ കോടതിയിലത്തെ ന്യായാധിപൻ പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ ശ്രീ വി വേണുഗോപാൽ. വെൽക്കം സർ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കുറ്റമുക്തനാക്കുന്ന CBI റിപ്പോർട്ടോടെ കേരളത്തിൽ 2ാം സോളാർ ചർച്ചാകാലമാണ്. ജനകീയ കോടതിയിൽ ഇന്നത്തെ അതിഥി പരാതിക്കാരുടെ മുൻ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ. അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ കേരള രാഷ്ട്രീയത്തിൽ കോളിളക്കമുണ്ടാക്കിയ സോളാർ കേസിലെ പരാതിക്കാരുടെ മുൻ അഭിഭാഷകൻ. വിവാദകാലത്തെ വാർത്താ സമ്മേളനങ്ങളിൽ സ്ഥിര സാന്നിധ്യം. സോളാർ 2ാം വിവാദകാലത്തും ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ തുറന്നു പറയാനെത്തുന്നു അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ. സോളാറിന്റെ ആദ്യകാലത്തും ഫെനി ബാലകൃഷ്ണൻ സെന്റർ ഓഫ് അട്രാക്ഷനാണ്, വാർത്താ കേന്ദ്രമാണ്, പരാതിക്കാരുടെ അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക്. സോളാറിന്റെ 2ാം സീസണിലും ഫെനി ബാലകൃഷ്ണൻ ചിലത് പറയാനുണ്ട്. എനിക്ക് ചോദ്യങ്ങളുണ്ട്, അനുവാദം വേണം സർ. താങ്ക് യു സർ. അടുത്ത ഫെനി ബാലകൃഷ്ണൻ, അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ആരോപണ വിധേയരായ കോൺഗ്രസ് നേതാക്കളും കുറ്റാരോപിതരായ കോൺഗ്രസ് നേതാക്കളും കുറ്റക്കാരല്ല എന്ന് ഫെനി ബാലകൃഷ്ണൻ അന്നേ അറിയാവുന്നതാണ് അല്ലേ? അപ്പോൾ അവരെ കുടുക്കാൻ, അവരെ മനഃപൂർവ്വം കുടുക്കാൻ, ലോകത്തിന്റെ മുന്നിൽ പൊതുമധ്യത്തിൽ അങ്ങേയറ്റം അധിക്ഷേപിക്കാൻ നീക്കങ്ങൾക്ക് കൂട്ടുനിന്നു എന്ന ഒരു ആത്മപുച്ഛവും ഒരു കുറ്റബോധം ഇപ്പോൾ ഉണ്ടോ ഫെനി? അല്ല, അത് ഞാൻ നേരത്തെ തന്നെ പല ഇന്റർവ്യൂകളിൽ ഇത് പറഞ്ഞ കാര്യമായിരുന്നു. അത് അന്ന് അത്ര സീരിയസ് ആയിട്ട് ആൾക്കാർ എടുത്തില്ല. അതിന് എനിക്ക് കുറ്റബോധമൊന്നുമില്ല. വെച്ചാൽ ഞാനുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ അന്ന് പറഞ്ഞ, അന്ന് അത് സീരിയസ് ആയിട്ട് എടുത്ത് അത് രീതിയിലൊരു അന്വേഷണം നടത്തിയതെങ്കിൽ ഇന്നിപ്പോൾ ഈ ഒരു കാര്യം ഈ CBI കണ്ടെത്തുന്നത്, CBI ഇപ്പോഴാണ് കണ്ടെത്തിയത്. എപ്പോൾ താങ്കൾ പറഞ്ഞു എന്നാണ്? ഞാൻ 2013 ശേഷം 14-15 കാലങ്ങളിലൊക്കെ ഈ സംഭവം തന്നെ ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ സോളാർ കമ്മീഷന് ശേഷമാണ് സോളാർ കമ്മീഷന് മുമ്പേ പറഞ്ഞിരുന്നു. സോളാർ കമ്മീഷന് മുൻപ് ഒരു ദിവസം 2-3 തവണ താങ്കൾ മാധ്യമങ്ങളെ കാണാൻ അവസരമുള്ളതാണ്. അന്നൊരു വാക്ക് താങ്കൾ മിണ്ടിയിട്ടില്ല. ഇല്ല, ഞാൻ സോളാർ കമ്മീഷൻ, ശരി ആശ്മി പറഞ്ഞ കറക്റ്റ് ആയിരിക്കും. സോളാർ കമ്മീഷനിലെ മൊഴി കൊടുത്തതിന് ശേഷമായിരിക്കും വെളിയിറങ്ങിയിട്ടായിരിക്കും ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിന് ശേഷമാണ് എന്നോട് ഇതിനെക്കുറിച്ച് ചോദിച്ചത്. അങ്ങനെയല്ല, സോളാർ കമ്മീഷൻ വരുന്നതിന് മുൻപ് കേരളത്തിൽ ഒരു കാലമുണ്ട്. അതൊരു സമരകാലമാണ്. സമരകാലം എന്ന് പറയുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ കല്ലേറിൽ നെറ്റിപൊട്ടുന്ന കാലം, സെക്രട്ടേറിയറ്റ് വളയൽ സമരം, ഉമ്മൻചാണ്ടിക്ക് ചോദ്യശരങ്ങൾക്ക് മുന്നിൽ ചൂളിയ സമയം, നിയമസഭയ്ക്കകത്ത് അതിരൂക്ഷമായ കുടുംബാംഗങ്ങളെ അടക്കം ആരോപണങ്ങൾ നേരിടേണ്ടുന്ന ഒരു സമയമാണ് ഈ സോളാർ കാലം എന്ന് പറയുന്ന സമയം. ആ കാലത്ത് ഫെനി ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല എന്നേ ഉമ്മൻചാണ്ടിയുടെ പേര് എഴുതി ചേർത്താണെന്ന്. അല്ല, അന്ന് നമ്മുടെ ഉമ്മൻചാണ്ടി സാറിനെതിരെ ഒരു ലൈംഗിക ആരോപണം അന്നില്ലായിരുന്നു. അന്ന് കത്തുണ്ട്, പക്ഷെ കത്തത്തിനകത്ത് ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടെന്നുള്ള കാര്യങ്ങളും ഇല്ലായിരുന്നു. അങ്ങനെ ഒരു സംഭവം അതിനകത്ത് ഇല്ലായിരുന്നു. കാര്യം അക്കാലത്തെ സമരം സോളാർ തട്ടിപ്പ് എന്ന നിലയ്ക്കല്ല, ഉമ്മൻചാണ്ടിയുടെയും ഈ പറയുന്ന പരാതിക്കാരുടെയും മുഖം വെട്ടിയൊട്ടിച്ച ഫ്ലെക്സുകൾ കൊണ്ട് കോലങ്ങൾ കെട്ടി തെരുവായതിരുമൊക്കെ സമരം നടന്ന കാലമാണ്. ഫെനി അതൊക്കെ കാണുന്ന സമയമാണ്. ഫെനിക്കെന്നൊരു വാക്ക് പറയാമായിരുന്നു, ഇത്തരത്തിൽ ഇത് തെറ്റാണ്, ഈ ആരോപണം തെറ്റാണെന്ന് നേരിട്ടറിയാവുന്ന ആളെന്ന് അന്ന് ഫെനിക്ക് പറയാമായിരുന്നു. ഫെനി മിണ്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ്? ഞാൻ ആരെ കുറിച്ചും ഒന്നും പറഞ്ഞിട്ടില്ല. അന്ന് ഫെനിക്കറിയാം ഇത് കള്ളമാണ്, എഴുതി ചേർത്താണ്. ഫെനി മിണ്ടിയിട്ടില്ല. അല്ല, അന്ന് എനിക്ക് തോന്നുന്നു അന്നല്ല, അത് ആ സമയത്തല്ല ഇത് എഴുതി ചേർത്തത്. എഴുതി ചേർത്തെങ്കിൽ അന്നല്ല. അല്ല, കത്തുണ്ട്. ആ സമയത്ത് കത്ത് പുറത്തുണ്ടല്ലോ. ആ സമയത്ത് കത്ത് പേരുണ്ട് എന്നുള്ള കാര്യം മാധ്യമങ്ങളടക്കം വരുന്ന സമയമാണ്. അത് ഈ പേരുകളെല്ലാം പല മാധ്യമങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന, പലരുടെ പേരുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ലൈംഗിക ആരോപണം വന്ന ആ സമയത്തില്ലായിരുന്നു. അത് ആരോപണ നിഴലിൽ മുഖ്യമന്ത്രി നിൽക്കുമ്പോൾ, സംശയത്തിന്റെ നിഴലിൽ അന്നത്തെ മുഖ്യമന്ത്രി ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ നിൽക്കുമ്പോൾ ഫെനിക്കറിയാവുന്ന കാര്യത്തിൽ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല എന്നുള്ളത്. ലാസ്റ്റ് ഫെനി പറയുന്ന എപ്പോഴാണ്? 7 വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായി സോളാർ കമ്മീഷന് മുന്നിൽ ഗണേഷിന്റെ പങ്ക് ഫെനി പറയുന്നുണ്ട്. അതിനുശേഷം ഫെനി നടത്തിയൊരു പ്രതികരണം കാണാം. എങ്ങനെങ്കിലും മുഖ്യനെ താരിടണം,
അപ്പം ഞാൻ ചോദിച്ചു മുഖ്യം എന്ന് പറഞ്ഞാൽ ആരാന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ മുഖ്യമന്ത്രിയാണ്, അതിനെ താഴെ ഇടണം, അത് പിന്നെ ഫെനി അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ സഹായിക്കണം, സഹായിച്ചു കഴിഞ്ഞാൽ ഫെനിക്ക് ഗണേഷ് കുമാർ സാറ് വർണ്ണ കാറും പിന്നെ അടുത്ത ഭരണം വരുന്ന സമയത്ത് അതിനുള്ള കാര്യങ്ങൾ സാർ ചെയ്തു തരാമെന്ന് എന്നോട് ശ്രീ പ്രദീപ് കുമാർ പറഞ്ഞു. അക്കാലം അത്രയും ഇതിനൊക്കെ കൂട്ടുനിന്നിട്ട് സോളാർ കമ്മീഷൻ മുന്നിലേക്ക് എത്തുമ്പോൾ മാറ്റി പറയുന്നത് അല്ലെങ്കിൽ സത്യം അവിടെ പറയുന്നത് ആരുടെ പ്രേരണ പുറത്താണ് ഫെനി? ഇല്ല, ഞാൻ കുറച്ച് മുമ്പേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ സോളാർ കേസ് ഒരു ഇഷ്യൂ നടന്ന സമയത്ത് ഈ ലൈംഗിക ആരോപണം പിന്നെ ഒരു ലൈംഗിക ആരോപണം നമ്മുടെ ഉമ്മൻചാണ്ടി സാറിനെതിരെ ഇല്ലായിരുന്നു. അത് ഞാൻ ആ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുന്നുള്ളൂ. അതിനുശേഷം ഞാൻ സോളാർ കമ്മീഷനിൽ വന്ന സമയത്ത് ഞാൻ പരാതിക്കാരുമായിട്ടുള്ള ഈ ഒരു വിഷയത്തിലാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാൻ കാരണം തന്നെ. താങ്കൾക്ക് പക്ഷേ അറിയാം ഈ പറയുന്ന ഈ ഉമ്മൻചാണ്ടി അടക്കം പേരുകൾ ജോസ് കെ മാണിയുടെ പേരക്കം കൂട്ടിച്ചേർക്കപ്പെട്ടാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അത് ശരണ്യ മനോജ് കൊണ്ടതിന് ശേഷമാണ് ഇത് കൂട്ടിച്ചേർത്തുള്ള സംഭവം വന്നത്. അത് മനസ്സിലാക്കണം, അശ്വിൻ മനസ്സിലാക്കണം. ഇത് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ, മാധ്യമങ്ങൾ പറഞ്ഞല്ലോ, കൊട്ടാരക്കര തിരുവനന്തപുരം റൂട്ടിൽ നിങ്ങൾ പത്രസമ്മേളനം നടത്തുന്നത് അതിന്റെ എപ്പിസെന്റർ എന്ന് പറഞ്ഞാൽ ആ ദിവസമാണ് ഇത് നടന്നത്. ഉമ്മൻചാണ്ടിയുടെ പേര് അതിൽ എഴുതി ചേർക്കപ്പെടുന്ന കോൺസ്പിറസിയിൽ ഗൂഢാലോചനയിൽ അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ പങ്കുകാരനല്ലേ? ഒരിക്കലും അല്ല. എന്തുകൊണ്ടല്ല അല്ലെന്ന് പറയാൻ കാരണം വെച്ചാൽ ഇത് ഞങ്ങൾ പത്രസമ്മേളനം നടത്താനായിരുന്നു ആക്ച്വലി അന്ന് തിരുവനന്തപുരത്ത് പോയിക്കൊണ്ടിരിക്കുക. അന്നാണ് ഈ ശരണ്യ മനോജ് എന്ന വ്യക്തി വരികയും ഈ കാര്യങ്ങൾ ചെയ്യാനും പറയുകയും ചെയ്തത്. അന്ന് കാറിനകത്ത് വെച്ച് ഇൻഫാക്ട് ഞാനും എതിർത്തിരുന്നു, പരാതിക്കാരും എതിർത്തിരുന്നു, രണ്ടുപേരും എതിർത്തിരുന്നു. അതിന് ശേഷമാണ് ഞങ്ങൾ എന്നിട്ട് പക്ഷേ ആക്ച്വലി ഞങ്ങളവിടെ പോയത് പത്രസമ്മേളനം നടത്താൻ പോയത് ഇതിനെക്കുറിച്ച് വെളിപ്പെടുത്താനല്ല പോയത്. ഈ പരാതിക്കാരിയുടെ കയ്യിൽ ഒരു കത്തില്ലെന്നുള്ള ഒരു ആരോപണം മീഡിയ വന്നിരുന്നു. അപ്പോൾ അത് പരാതിക്കാരിയുടെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ആക്ച്വലി പോയത്. അന്നേരമാണ് ഇദ്ദേഹം ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഇതും കൂടെ കൂട്ടിച്ചേർക്കാൻ പറഞ്ഞത്. കത്തിന്റെ തുടർച്ചയിലാണ് ഫെനി ഈ പറഞ്ഞ പ്രശ്നങ്ങൾ തുടക്കമാവുന്നത്. കത്തിന്റെ തുടർച്ച എവിടെയാണ്? പരാതിക്കാരുടെ ആവശ്യപ്രകാരം അന്നത്തെ പത്തനംതിട്ട സബ് ജയിലിൽ പോയി ഫെനി ബാലകൃഷ്ണൻ 21 രൂപയുള്ള കത്ത് വാങ്ങുന്നു. അതിനുശേഷം ഗണേഷ് കുമാറിൻ്റെ PA കോട്ടാത്തല പ്രദീപ്, അതിനുശേഷം ഗണേഷ് കുമാറിൻ്റെ പേരുണ്ടെന്ന് അറിയുന്നു, നേരെ ബാലകൃഷ്ണനുള്ള വീട്ടിലേക്ക് പോകുന്നു. അതിനുശേഷം വാർത്താസമ്മേളനത്തിൻ്റെ വഴിയിൽ കൊട്ടാരക്കരയിൽ ശരണ്യാമ ഇന്റർസെപ്റ്റ് ചെയ്യുന്നു. ഒരു എന്താണ് പറയേണ്ട പേരുകൾ കരടായി കൊടുക്കുന്നു, അത് എഴുതി ചേർക്കുന്നു. അങ്ങനെയാണല്ലോ ഈ പറയുന്ന കോൺസ്പിറസി എന്ന് പറയുന്ന ആ ഘടകം. കോൺസ്പിറസി നടന്നിരിക്കുന്ന കൊട്ടാരക്കര തിരുവനന്തപുരം റൂട്ടിലാണ്. ഞാൻ പറഞ്ഞ അപ്പം ഈ പറഞ്ഞ എല്ലാ വഴികളിലും അടൂർ ഫെനി ബാലകൃഷ്ണൻ കൂടെ ഉണ്ട്. അല്ല, ഞാൻ ഈ കോൺസ്പിറസിയിൽ എങ്ങനെയാണ് ഫെനിക്ക് പങ്കില്ലാതിരിക്കുക? കോൺസ്പിറസി പറഞ്ഞാൽ ആ തറഞ്ഞ കത്തിന് ശേഷമാണ് ഞങ്ങൾ പത്രസമ്മേളനം നടത്തിയത്. പത്രസമ്മേളനം നടത്തിയപ്പം അത് കത്ത് എൻ്റെ കയ്യിലുണ്ടെന്ന് വെച്ച് എഴുതി കാണിക്കും, അത് ഒരാളുടെ പേര് അതിനകത്ത് വരികയും ചെയ്ത്. അതിൻ്റെ ശേഷം ഞാൻ അന്നേരം ഞാൻ എതിർത്തിരുന്നു. അപ്പം നമ്മൾ അന്നേരം പത്രസമ്മേളനത്തിൽ നമ്മൾ ഒരാളുടെ പേരോ വെളിപ്പെടുത്തലല്ല പോയത്. അതിന് ശേഷമാണ് ഞാൻ ഇതിൻ്റെ പത്രസമ്മേളനം നടത്തിയ ശേഷമാണ് ഞാൻ ശരണ്യ മനോജിനെയും പ്രദീപിനോട് ഞാൻ പറഞ്ഞു ഞാൻ ഈ കാര്യത്തിൽ പങ്ക് കൂടത്തില്ലെന്ന് പറഞ്ഞു. അധമ പണിയിൽ താങ്കൾ പങ്കുകാരനായിരുന്നു ഇതിനകത്ത്. ഞാൻ പറഞ്ഞു ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും ജനകീയമായ മുഖ്യമന്ത്രിയെ അദ്ദേഹം മനസാവാചാ കർമ്മണ അറിയാത്ത ഒരു സംഗതിയിൽ ആരുടെ നിർദ്ദേശപ്രകാരമാണെങ്കിലും ആ കത്തിലേക്ക് കൂട്ടിച്ചേർത്ത് ലോകമധ്യത്തിൽ അധിക്ഷേപിക്കാനുള്ള നീക്കം നടക്കുമ്പോൾ ഫെനി ബാലകൃഷ്ണൻ സാക്ഷിയാണ്, പങ്കാളിയാണ്. പങ്കാളി എന്ന് പറയരുത് ആഷ്മി. ഞാൻ കണ്ടു എന്നുള്ള കാര്യം കറക്റ്റാണ്. കണ്ടതിന് ശേഷം അതിനുശേഷമാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്. ഞാൻ വക്കാലത്ത് ഒഴിയുകയും ഇവരുമായിട്ടുള്ള സമ്പർക്കം എല്ലാം തീർക്കുകയും ചെയ്തു. എവിടെയാണ് വക്കാലത്ത് ഒഴിഞ്ഞ? എപ്പോഴാണ് വക്കാലത്ത്? അതിനുശേഷം ഈ പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ താങ്കൾക്കറിയാം, അതൊരു മാരക പ്രഹരശേഷിയുള്ള ബോംബാണ് കത്തം, താങ്കൾക്കറിയാം. പച്ചക്കള്ളമായി എഴുതി ചേർത്താണ്, താങ്കൾക്കറിയാം. അതിനുശേഷവും വന്ന് പൂർണ്ണബിന്ദുവിനോട് പരാതിക്കാർക്കൊപ്പം വാർത്താ സമ്മേളനത്തിൽ താങ്കൾ പങ്കെടുക്കുകയാണ് അല്ലേ? വാർത്താ സമ്മേളനത്തിൽ ഞാൻ അതിനുശേഷം ഞാൻ ഈ സംബന്ധമായിട്ടുള്ള കാര്യത്തിന് ഞാൻ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടില്ല. ഈ പറഞ്ഞ കത്ത് കയ്യിലുണ്ട്, 30 പേജുള്ള കത്ത് കയ്യിലുണ്ടെന്ന് പറയാൻ വേണ്ടിയാണ് വാർത്താ സമ്മേളനം. ആ വാർത്താ സമ്മേളനത്തിന്റെ വഴിയിലാണ് ഈ പറയുന്ന കൊട്ടാരക്കര ഇന്റർസെപ്റ്റ് ചെയ്യുന്നത് ശരണ്യ മനോജ്. അതെ. അതിനുശേഷം ആ വാർത്താ സമ്മേളനത്തിൽ ഉണ്ട്, അന്ന് ഫെനി കൂടെ ഉണ്ട്. അന്ന് ഞാൻ കൂടെ ഇരിപ്പുണ്ട്. അത് ലാസ്റ്റ് ആയിരുന്നു. ഇപ്പൊ താങ്കൾ ഇപ്പൊ പറയും താങ്കൾ കുറ്റബോധമാണ്, അല്ലെങ്കിൽ താങ്കൾ എന്താണ് ഇനി ആർക്കും ആ അവസ്ഥ വരരുത് എന്ന ഒരു കോൺസയൻസ്, ഒരു മനസാക്ഷിയാണ് താങ്കളെ നയിച്ചിരുന്നെങ്കിൽ താങ്കൾക്ക് ആ മനസാക്ഷി അപ്പോൾ നയിക്കണം താങ്കളെ. അല്ല, താങ്കൾക്ക് അപ്പോൾ പറയാം, അപ്പോൾ തന്നെ താങ്കൾക്ക് പറയാം ഈ യാത്രയിൽ ഇത്തരത്തിൽ ഒരു കള്ളപ്പണി നടന്നിട്ടുണ്ട് താങ്കൾക്ക് പറയാം, താങ്കൾ യഥാർത്ഥ അഭിഭാഷകനാണെങ്കിൽ. അല്ല, ഞാൻ അന്നേരം അതിനുവേണ്ടി അല്ലല്ലോ നമ്മളവിടെ പോയത്. നമ്മൾ പോയി പത്രസമ്മേളനം നടത്തി എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ. എന്നോട് അങ്ങനെ ഒരു ചോദ്യം മാധ്യമങ്ങൾ ചോദിച്ചില്ല. അന്നേരം അവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താന്ന് പറഞ്ഞാൽ ഈ കത്ത് പരാതിക്കാരുടെ കയ്യിലുണ്ടോ ഇല്ലെന്ന് മാത്രം വിഷയം ഉണ്ടായിരുന്നു. അതിന് ഞാൻ അവിടെ സൈഡിൽ ഇരിക്കുകയെന്ന് അവർ തന്നെ അത് എടുത്ത് അതിനെക്കുറിച്ചുള്ള വിശദീകരണം പറഞ്ഞുകൊണ്ടിരിക്കും. പേര് എഴുതി ചേർത്തത് എവിടെ വെച്ചു? ഈ യാത്രയിലാണ് എഴുതി ചേർത്തത്. ഈ യാത്രയിൽ വെച്ച് അല്ല, യാത്രയിൽ കൊണ്ട് ഞങ്ങൾക്കത് ഡ്രാഫ്റ്റ് കൊണ്ട് തന്നു. സ്ഥലത്ത് വെച്ചാണ് ഇത് കൊട്ടാരക്കര തിരുവനന്തപുരം റൂട്ടാണ്. ഇപ്പം ആക്ച്വലി സ്പോട്ട് ഞാൻ ഓർക്കുന്നില്ല. അവിടെ വെച്ച് തന്നതിന് ശേഷം ഞാനത് അന്നേരം തന്നെ എൻ്റെ അടുത്ത് കൊണ്ട് തരുമായിരുന്നു അദ്ദേഹം. ഞാൻ എന്നോട് പറഞ്ഞു ഫെനി അത് വായിച്ചു നോക്കാൻ പറഞ്ഞു. ഞാനത് വായിച്ചു നോക്കും. ഞാൻ അന്നേരം തന്നെ ഇത് എതിർത്തപ്പം പരാതിക്കാരി എന്നോട് അവരും പറഞ്ഞു പിന്നെ ഇത് വേണോ മനോജ് ചേട്ടാ എന്ന് ചോദിച്ചതാണ്. അപ്പോൾ അവർ പറഞ്ഞു ഏതായാലും പറഞ്ഞ് അന്നേരം ഞാൻ ചോദിച്ചു ഇതെന്താ അതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ മുഖ്യനെ താരയിടണം. എൻ്റെ കാരണം സാർ ഇനി മന്ത്രിയാവാൻ, ഗണേഷ് കുമാർ സാറ് മന്ത്രിയാവാൻ പോകുന്നില്ല, അവിടെ നിന്നുള്ള സഹകരണം കിട്ടുന്നില്ല. അപ്പോൾ ഇത്
എഴുതി ചേർത്ത്. അപ്പം ഞാൻ ചോദിച്ചു ഇത് 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 കത്തിനകത്ത് ഇത് എങ്ങനെ എഴുതി ചേർത്തെന്ന് പറഞ്ഞു. അത് വീട്ടിൽ ചെന്നിട്ട് കൈപ്പടയിൽ എഴുതി തന്നിട്ട് നിങ്ങളുടെ കയ്യത്തിന് വെച്ചോണമെന്ന് പറഞ്ഞു. കവറിനകത്ത് എടുത്ത് നിങ്ങളുടെ ഒരു ഡ്രാഫ്റ്റ് ശരണ്യാമന തരുന്നുണ്ട്, ഒരു കരട് തരുന്നുണ്ട്. അത് ഫെനിയുടെ പക്കലുണ്ടോ? ഏത്? ഇല്ല. ഈ ഡ്രാഫ്റ്റ് ഇല്ല. ഡ്രാഫ്റ്റ് ആ ഡ്രാഫ്റ്റിൻ്റെ ഇല്ല. അത് ആരുടെ പക്കലാണോ? അത് പരാതിക്കാരിയുടെ കയ്യിലുണ്ടായിരുന്നു. പരാതിക്കാരി അത് എടുത്തുകൊണ്ടായിരുന്നു. അന്ന് അദ്ദേഹം അവർ തന്നെ ഇതെല്ലാം യൂസ് ചെയ്തുകൊണ്ടിരുന്നു. താങ്കൾക്ക് തെളിവുകളുടെ കൂട്ടത്തിൽ ആ ഡ്രാഫ്റ്റ് ഇല്ല, ശരണ്യ മനോജിന് ഡ്രാഫ്റ്റ് ഇല്ല. ആ റൂട്ടിൽ വെച്ച് തന്ന ഡ്രാഫ്റ്റിൻ്റെ ഇല്ല. അന്നേരം അത് ഞാൻ ചോദിച്ചു എന്താണ് പറഞ്ഞു. നിങ്ങൾ പിന്നെ പോകുന്നത് ഇതിനകത്ത് വെളിപ്പെടുത്താനല്ല പോകുന്നതെന്ന് ശരണ്യ മനോജ് പറഞ്ഞു. നിങ്ങൾ അവിടെ ചെന്ന് പരാതിക്കാരിലുള്ള ഈ ഡ്രാഫ്റ്റ് ഞങ്ങളിൽ ഉണ്ടെന്ന്. ആ കത്ത് യഥാർത്ഥത്തിൽ ഇപ്പം പരാതിക്കാരി ആവർത്തിച്ചത് ഇപ്പോഴും സെക്കൻഡ് സീസണിലും പരാതിക്കാരോട് പറയുമ്പോൾ സംസാരിക്കുന്നത് പരാതിക്കാരി പറയുന്നത് ഫെനി ആ കത്ത് കണ്ടിട്ടില്ല. ശരണ്യ മനോജ് പറയുന്നത് ഫെനി ആ കത്ത് കാണേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. അത് ഫെനിയിൽ കൂടി നേരെ പ്രദീപ് കോട്ടാത്തലിലേക്ക് എത്തുകയാണ്. ഫെനി ആ കത്ത് കണ്ടിട്ടുണ്ടോ യഥാർത്ഥത്തിൽ? കാശ്മീർ അതിനൊരു കോമൺ സെൻസ് ആയിട്ടുള്ള ആരാണെങ്കിൽ ഇത് പറയത്തില്ല. ഞാനവിടെ പോയത് ജയിലിൽ പോയത് ഈ കത്ത് വാങ്ങിക്കാനാണ്. കത്ത് വാങ്ങിക്കുന്ന കത്തെന്ന് പറഞ്ഞാൽ പറയത്തില്ല. ഇറ്റ് ഇസ് നോട്ട് എ കത്ത്, അതൊരു ഡ്രാഫ്റ്റാണ്. ഈ കത്തത്തിന് എന്തിനാണ് മീഡിയക്കാർ പറയുന്നത് എനിക്കറിയത്തില്ല. അത് ഡ്രാഫ്റ്റാണ്. അത് അവിടെ ചെന്ന് ഞാൻ 21 പേജ് ബോധ്യപ്പെട്ട് അവിടെ എഴുതി ഒപ്പിട്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ 21 പേജിലുള്ള ഡിസ്പ്യൂട്ട് ഇല്ല. വെച്ചാൽ അവിടെ ഒരു റെക്കോർഡ് അവിടെ ഓൾറെഡി ഉണ്ട്. അപ്പം ഈ 25ഉം 4ഉം ഒക്കെ അത് പിന്നീടുള്ള കാര്യമാണ്. 30 അല്ല പിന്നെ കാര്യം വെച്ചാൽ ഞാൻ അവിടെ നിന്ന് ഈ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞ് എടുക്കാൻ ആദ്യം പോയ കൈകൊണ്ട് തൊട്ട ആളെ ഞാൻ തന്നെയല്ലേ. ആ തൊട്ടപ്പോൾ അവിടെ ജയിൽ സൂപ്രണ്ട് വിശ്വനാഥ കുറുപ്പായി, ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം പറഞ്ഞു ഫെനി ഇത് എത്ര എന്ന് എണ്ണി നോക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു സാർ 21 പേജ് ഉണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ് നോക്കിക്കോ. അദ്ദേഹവും അത് ബോധ്യപ്പെട്ടി. എന്നോട് പറഞ്ഞിട്ട് ഒപ്പിടാൻ പറഞ്ഞു. 21 പേജ് ആയല്ലോ. അത് അവിടെ ഡിസ്പ്യൂട്ട് അവിടെ തീർന്നു. എടുത്തുകൊണ്ട് വന്നതിന് ശേഷം ഞാൻ വെളി വന്നപ്പം എന്നോട് വെളി ഇറങ്ങുന്നതിന് മുമ്പ് എന്നെ പരാതിക്കാരി പറഞ്ഞു പ്രദീപ് നാളെ 10 മിനിറ്റിന് ശേഷം ഗണേഷ് കുമാറിന്റെ കാറിൽ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. അതുപോലെ സംഭവിച്ചു. ഞാൻ വെളി നിന്ന സമയത്ത് അദ്ദേഹം 10 മിനിറ്റ്. ഇതേ യുക്തി പ്രശ്നം ഞാൻ ചോദിച്ചോട്ടെ. അതായത് അതിലെ ഗണേഷ് കുമാറിനെതിരെ പീഡനാരോപണം ഉണ്ട് എന്നാണ് താങ്കൾ പറഞ്ഞത്. രണ്ടാമത്തെ പേജിൽ താങ്കൾ കണ്ടു എന്നാണ് അല്ലേ? കണ്ടുകൊണ്ടല്ലേ വായിച്ചോണ്ടല്ലേ പറയുന്നത്. ഗണേഷ് കുമാറിന്റെ പീഡനം എഴുതപ്പെട്ട അല്ലെങ്കിൽ ഗണേഷ് കുമാർ രാഷ്ട്രീയ ഭാവി തുലച്ചു കളയാൻ കഴിയുന്ന ഒരു കത്ത് എന്തുകൊണ്ടാണ് അതേ ഗണേഷ് കുമാറിന്റെ PAക്ക് തന്നെ കൈമാറാം എന്ന് ഈ പരാതിക്കാരി തീരുമാനിക്കുന്നത്? അതിനെക്കുറിച്ച് അവരുമായിട്ടുള്ള നേരത്തെയുള്ള ബന്ധമാണ്. ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചു. അന്നേരം അദ്ദേഹം പരാതിക്കാരി എന്നോട് ഒറ്റ വാക്കേ പറയുള്ളൂ, അത് അവന്മാരെ കാണണം. അത് ഇങ്ങനെ ആളുടെ പേരും കൊണ്ടുണ്ടെന്ന് അത് കാണേണ്ട ആവശ്യമുണ്ടെന്ന്. അതാണ് അതിനകത്ത്. അപ്പോൾ അന്നേ ബ്ലാക്ക് മെയിലിന് വേണ്ടിയാണ് ഈ കത്ത്, അല്ലാതെ കോടതിയിൽ കൊടുക്കാൻ വേണ്ടിയൊന്നും അല്ല. ബ്ലാക്ക് മെയിൽ വേണ്ടി ആണെന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. അന്ന് വെച്ചാൽ ഞാൻ അന്നൊരു താങ്കൾ കത്ത് വാങ്ങിക്കുന്നത് കോടതിയിൽ കൊടുക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ വാങ്ങിയ ആ കത്ത് വാങ്ങുന്നത് കോടതിയിൽ കൊടുക്കാൻ വേണ്ടിയല്ല. ഗണേഷ് കുമാറിന്റെ പേരുണ്ട് എന്നുള്ളത് ഗണേഷ് കുമാർ കാണട്ടെ എന്നുള്ള ധാരണയിൽ അതിന്റെ PAക്ക് നേരിട്ട് കൊടുക്കുകയാണ്. അന്നേരം ഞാനൊരു ഇതിനകത്തൊന്നും ഇൻവോൾവ് ആയി. ഞാനൊരു ഫ്രീ ഒരു ഇന്നോസെന്റ് ആയിട്ടാണ് ഞാൻ അകത്തോട്ട് പോകുന്നത്. എനിക്ക് അതിനകത്തെ കുറിച്ച് 3 പേര് തമ്മിൽ എന്താ വന്നുള്ള ഈ പറയുന്ന കത്തുണ്ട്, എന്താണ് 30 പേരുള്ള കത്തുണ്ട് അല്ലെങ്കിൽ കത്തന്റെ ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ചോദിക്കുന്നുണ്ട് മാധ്യമപ്രവർത്തകർ ഫെനി കത്ത് കണ്ടോ എന്നുള്ള കാര്യം. അതിന് പരാതിക്കാരി കൊടുക്കുന്ന മറുപടി കേൾക്കൂ. അതായത് ജയിലിൽ നിന്ന് എന്നെ കണ്ട് പുറത്തേക്ക് ജയിലറുടെ ഫ്രണ്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ അദ്ദേഹം നേരെ ജയിൽ ഗേറ്റിന് അപ്പുറത്തുള്ള അവിടെ നിന്നിരുന്ന കാറിന്റെ അവിടേക്കാണ് പോയത്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇദ്ദേഹത്തിന്റെ പ്രസൻസിലാണ് സംസാരിക്കുന്നത്. യു ക്യാൻ ആസ്ക്, ചോദിക്കാം. അതിനകത്ത് എത്ര ലേത്തുണ്ട് എങ്ങനെയുണ്ടെന്നൊന്നും ചോദിച്ചില്ല. എനിക്ക് കിട്ടിയ ഗ്യാപ്പ് എന്ന് പറയുന്ന കോടതിയിൽ കിട്ടുന്ന 3 സെക്കൻഡ് സമയം അല്ലെങ്കിൽ 10 മിനിറ്റ് സമയം അല്ലെങ്കിൽ 1 മിനിറ്റ് സമയം. ഇത് വിത്ത് പെർമിഷൻ ഓഫ് ഈ പറയുന്ന മജിസ്ട്രേറ്റിന്റെ ഏതൊക്കെ അതത് സ്ഥലങ്ങളിലും മജിസ്ട്രേറ്റിന്റെ പെർമിഷൻ ഇല്ലാതെ എനിക്ക് ഒരു മനുഷ്യരെയും കാണാൻ പറ്റിയിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള മജിസ്ട്രേറ്റിന്റെ പെർമിഷനോട് കൂടി ഞാൻ സംസാരിച്ചിട്ടുള്ള സമയങ്ങളിൽ ഞാൻ കൊടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഫെനി ബാലകൃഷ്ണൻ ഇൻഫർമേഷൻ ആയിട്ടുള്ളത്. അതല്ലാതെ ഒരു ചുക്കും ഫെനിക്ക് അറിയില്ല എന്ന് ഈ പരാതിക്കാരി ആ വാർത്താ സമ്മേളനത്തിൽ പറയുമ്പോൾ തൊട്ടപ്പുറത്ത് ഫെനി ഇരിപ്പുണ്ട്. അതിനൊക്കെ ശരിവെച്ചുകൊണ്ട് അതിനൊക്കെ മൂകസാക്ഷിയായിക്കൊണ്ട് ഫെനിക്ക് വേണേ അപ്പോൾ പറയാം, ഞാൻ കണ്ടതാണെന്ന് പറയാം. അതിനകത്തൊരു പ്രശ്നമുണ്ട്. അവര് ഈ കത്തിന്റെ കാര്യമല്ല ബേസിക്കലി പറയുന്നത്. അതുമല്ല പറയുന്നത് അതിനകത്ത് ആണ്. കത്തിന്റെ കാര്യം മാത്രമല്ല പറയുന്നത്. ചോദ്യം എന്താണ്? ചോദ്യം ഈ പറയുന്ന കത്ത് ഫെനി കണ്ടിട്ടുണ്ടോ എന്ന് ചോദ്യം. അത് ഫെനിയോട് അത് ഫെനി തന്നെയാണ് പറയേണ്ടതെന്ന് ആദ്യം പറഞ്ഞ് മൈക്ക് നീക്കുന്നു. അതിനുശേഷം അവർ തന്നെ മൈക്ക് വാങ്ങി പറയുകയാണ് ഫെനിക്ക് ഒരു ചുക്കും അറിയില്ല, ഫെനി കണ്ടിട്ടില്ല, ഫെനി വാങ്ങിയ കത്ത് അങ്ങോട്ടേ കൊടുക്കുക മാത്രമാണ് ചെയ്തത്. താങ്കൾ അവിടെ ശരിവെക്കുകയാണ് ഫെനി? ഒരിക്കലും അല്ല. അതിനകത്ത് ഹിഡനായിട്ടുള്ള കാര്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഈ അകത്തെ ഈ കത്തിനെ കുറിച്ച് കാര്യം അവർ പറഞ്ഞു. പക്ഷെ അതിനകത്ത് ബാക്കി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള ബേസിക് ആയിട്ടുള്ള അതിനകത്ത് എന്തൊക്കെ ഇൻവോൾവ് കാര്യങ്ങളൊന്നും ലിമിറ്റഡ് ആയിട്ടുള്ള ജോണേജ് ഫെനിക്കുള്ളതെന്ന് അതേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയല്ല. ആ കത്തിനെ ഷാർപ്പായി പ്രിസൈസ് ആയ കത്തിനെ പറ്റിയാണ് പറഞ്ഞത്. ഒറ്റ പേരോട് കേൾക്കൂ. ഈ കത്തിന്റെ എണ്ണമാണ്, ഈ കത്തിന്റെ പേജിന്റെ എണ്ണത്തെ കുറിച്ചാണ്. കേൾക്കൂ. പലരും പല രീതിയിൽ പറഞ്ഞു. 22 പേജുണ്ട്, 25 പേജുണ്ട്, 28 പേജുണ്ട്. ഈ പത്തനംതിട്ട എന്നെ ഏൽപ്പിച്ചത് ഞാൻ ഒരിക്കലും ഒരു ആരോടും പറഞ്ഞിട്ട് ഈ മാധ്യമങ്ങളും കുറെ രാഷ്ട്രീയ പാർട്ടികളും 22 പേജ് 22. ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട് 22 പേജ് അത് എവിടെ നിന്ന് കിട്ടിയെന്നുള്ള കാര്യം. ഈ അക്കം എവിടെ നിന്ന് കിട്ടിയെന്ന് 22 ഇപ്പൊ നിങ്ങൾ കണ്ട പേജിലെത്തുന്നുണ്ട് 90 പേജാണ്. അതുപോലെ രണ്ടാമത്തെ കാര്യം
ഇപ്പൊ ഈ ലേറ്റസ്റ്റ് പൊളിറ്റിക്കൽ ഇഷ്യൂ വന്നപ്പോഴാണ് ഈ ജോസ് കെ മാണി ഈ ജോസ് കെ മാണിക്ക് ഇതിനകത്ത് യാതൊരു റോളും ഇല്ല. ഞാൻ എടുത്തെടുത്തെടുത്ത് അത് പറയും. ജോസ് കെ മാണി ഇത്രയും കാലം 2 വർഷമായിട്ട് ജോസ് കെ മാണിയുടെ പേര് ഒരു പ്രാവശ്യം പോലും മാധ്യമങ്ങളോ ആരും പറയാത്ത ഇപ്പൊ മുക്കിയെടുക്കുന്ന കാര്യം. താങ്കൾ ഇപ്പോൾ പറഞ്ഞ 22 പേജുള്ള കത്ത് എന്നുള്ള കാര്യത്തിൽ 21 പേജ് ഒരു കൺഫ്യൂഷനും ഇല്ല. താങ്കൾ കൃത്യമായി അറിയാം, ഒപ്പിട്ട് വാങ്ങിയതാണ്, താങ്കൾ എണ്ണി വാങ്ങിയെന്നറിയാം. ആ വാർത്താ സമ്മേളനത്തിൽ പരാതിക്കാരി 30 പേജ് എന്ന് പറയുമ്പോൾ താങ്കൾ അതിന് തുല്യം ചാർത്തുകയാണ്. 30 പേജാണെന്ന് പറയുകയാണ് അല്ലേ? 30 പേജാന്ന് ഞാൻ പറഞ്ഞു. പറഞ്ഞു, അങ്ങനെ പറഞ്ഞു. ഉളുപ്പില്ലാതെ കള്ളം പറയാൻ എങ്ങനെയാണ് പറ്റുക ഫിനി? ഇല്ല, ഞാൻ കള്ളമൊന്നുമല്ല പറഞ്ഞത്. ഞാൻ സ്റ്റാൻഡിൽ തന്നിരിക്കുന്ന 21 പേജ് തന്നെ. അത് അന്ന് പറഞ്ഞ വാക്കുകളാണ് ഞാൻ കേൾപ്പിച്ചത്. താങ്കൾ പറഞ്ഞ അനേകം വൈരുദ്ധ്യങ്ങൾ ഒന്നായിരുന്നു കേട്ടോ ഇത്. അതോടൊപ്പം ജോസ് കെ മാണിയുടെ കാര്യം താങ്കൾ പറയുന്നില്ലേ? അതെ. ആ കത്തിൽ ജോസ് കെ മാണിയുടെ പേരുള്ള കാര്യം അറിയാവുന്നയാൾ ഒന്ന് പ്രദീപാണ്, ഒന്ന് ഫെനിയാണ്. അറിയാവുന്ന ഫെനി ബാലകൃഷ്ണൻ അവിടെ ഒന്ന് പറയുകയാണ് ജോസ് കെ മാണിയുടെ പേര് അതിലില്ല. കള്ളം പറയലല്ലായിരുന്നു ഇത്? അല്ല, കള്ളം പറയുന്നൊന്നും അല്ല അതിനകത്ത്. എനിക്ക് അതിനകത്ത് എന്നെ അവിടെ ഇവർ പരാതിക്കാരുടെ പോയി അവിടെ എന്നെ കൂടെ കൊണ്ടുപോയതും അത് കത്ത് പരാതിക്കാരുടെ കൈവശമുണ്ടെന്ന് പറയാൻ മാത്രമേ ഉള്ളൂ. അവിടുത്തെ അതേ ഉള്ളത് എൻ്റെ റോളും. അപ്പൊ അത് ബാക്കി കാര്യങ്ങളെന്ന് പറഞ്ഞ എല്ലാം പരാതിക്കാരിയാ പറഞ്ഞിരിക്കുന്നത്. പരാതിക്കാരി പറഞ്ഞ പച്ചക്കള്ളങ്ങൾ പരമാവധി ആവർത്തിക്കലായിരുന്നു ഫെനി എന്ന് ചെയ്തത്. അത് അഭിഭാഷക വൃത്തിക്ക് ചേർന്നതാണ് ഫെനി. അല്ല, പരാതിക്കാരി പറഞ്ഞ പച്ചക്കള്ളങ്ങളൊന്നും ഞാൻ ആവർത്തിക്കൊന്നും അല്ലായിരുന്നു. അതിനുള്ള ചെറിയ 2 ഉദാഹരണം ഞാൻ കാണിച്ചു. ഒന്ന് കത്തിന്റെ 30 പേജ്, 2 ജോസ് കെ മാണിയുടെ പേര്. ഇനിയും വേണമെങ്കിൽ അസംഖ്യം ഉദാഹരണം. അതല്ല ഫെനിയുടെ വാക്കുകൾ. അല്ല, ഞാൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ ആരുടെയും പേര് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. ഞാൻ അവിടെ പോയിരിക്കുന്ന പത്രസമ്മേളനം നടത്താൻ പോയിരിക്കുന്ന പറഞ്ഞ ഈ കത്തിനെ കുറിച്ചുള്ള ഈ കത്ത് പരാതിക്കാരിയിലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം പരാതിക്കാരിയാ പറഞ്ഞിരിക്കുന്നത്. ആ സമയത്ത് ഒരു ചാനൽ ചെയ്ത സ്റ്റിംഗ് ഓപ്പറേഷൻ അതോടൊന്ന് കേൾക്കാം. 1063 ഞാനൊരു ഒരാള് നിന്നുകൊണ്ട ഒന്ന് ഈ മനുഷ്യൻ ഞങ്ങൾ രണ്ടുപേരും നിന്നും കൊണ്ട ഇന്ന് അവള് വെളി കിടന്നു കിടന്നു അടുത്ത പൈസ ഇല്ല ഇല്ല. എന്നിട്ട് അടുത്ത ദിവസം ഞാൻ ഇയാളെ വീണ്ടും വിളിക്കും. ഇനി എവിടെ അപ്പം പറയും നമുക്ക് അടൂർ എടുക്കണമെന്ന് പറയും. ഞാൻ രാത്രി 12 മണിക്ക് എത്തിരി പൂജ അവിടെ നെടുമങ്ങാടും അവിടെ തമ്പാനൂരൊക്കെ നിൽക്കുക രാത്രി 2 മണിക്ക്. ഇത് കഴിഞ്ഞിട്ട് അവിടെ നിയമമാരുടെ വീട്ടിൽ പോയി അത് കളക്ട് ചെയ്ത് ഞാൻ രാത്രി വീട്ടിൽ വന്ന് കടന്നു തുടങ്ങി. രാവിലെ എന്നോട് അങ്ങനെ കൊണ്ടുകൊണ്ട് ഞാൻ കൊടുത്ത് അപ്പം എന്നോട് പറഞ്ഞു ഫെനിക്കുള്ള ഫീസും കാര്യം. പിന്നെ അല്ല, ഈ തമ്പാനൂരിന്റെ എവിടെ വരുന്ന കാശ്? അയാളെ MLA എല്ലാം മന്ത്രിയെല്ലാം ഒന്ന് തമ്പാനൂരിന് മുഖ്യമന്ത്രി കൊടുത്തത്. തമ്പാനൂരും നെടുമങ്ങാടും അടൂരും ഒക്കെ പോയി പണച്ചാക്ക് നിറയ്ക്കുന്ന തിരക്കിലായിരുന്നു ആ കാലങ്ങളിലെ രാത്രികൾ ഫെനി. ഞാൻ കോടതി കേസ് നടത്താൻ പോകുന്ന കാര്യം അല്ലാതെ എനിക്ക് രാത്രി പോകേണ്ട കാര്യമല്ല, രാത്രി സഞ്ചരിക്കേണ്ട കാര്യമല്ല ലക്ഷ്മി. പിന്നെ പണം വാങ്ങിയ കാര്യം പറഞ്ഞത് എന്താണ്? അതിനെക്കുറിച്ച് ഞാൻ പറയാൻ പറ്റില്ല, ചോദിച്ചില്ലല്ലോ. പറയൂ. അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ ഒന്നുകൂടെ വളരെ ബുദ്ധിമുട്ട് വന്നതാണ്. ഞാൻ കാര്യം അങ്ങ് പറയാം. ഇത് ഞാനും നികേഷും തമ്മിലുള്ള ഒരു ചെറിയ വിഷയം അവിടെ ഉണ്ടായിരുന്നു. അതിന് ശേഷം നികേഷിനെതിരെ മാവേലിക്കര ഇപ്പോൾ ക്രൈം എടുത്തിട്ട് ഒരു സ്റ്റേഷനിൽ കേസും കിടപ്പുണ്ട്. നികേഷിൻ്റെ എടുത്ത കേസാണ്. ഇത് എൻ്റെ വോയിസും അല്ല. ഇത് അങ്ങനെ രാജശേഖരൻ എന്ന് പറഞ്ഞൊരു വ്യക്തി അവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം എടുത്തിട്ടുമില്ല. എനിക്ക് അതിനെക്കുറിച്ച് സംഭവം അറിയത്തുമില്ല. താങ്കൾ അല്ലെന്ന് പറയുന്നത്? ഏത് എന്നോട് വന്ന് സംസാരിച്ചതാ. അല്ല, ദൃശ്യങ്ങൾക്കാണ് ആള് ഞാനാണ്. ശബ്ദം താങ്കളുടെ ശബ്ദം എൻ്റെ അല്ല. ഞാൻ അതിനുവേണ്ടി മാവേലിക്കര പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. നികേഷിനെ അവരെ പ്രതിയാക്കേണ്ട രാധാകൃഷ്ണൻ. കേസ് ഏത് സ്റ്റേജിലാണ് കിടക്കുന്നത് എനിക്കറിയില്ല. എത്ര വർഷമായി? കുറേ വർഷമായി. താങ്കളെ തെറ്റായി ഒരു കാര്യത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ താങ്കളുടെ ഓടി മിമിക്ക് ചെയ്ത് കയറ്റി എന്നതാണെങ്കിൽ, താങ്കൾക്ക് ആത്മാർത്ഥമായി കേസ് കൊടുത്താണെങ്കിൽ ആ കേസിന്റെ ഡെവലപ്മെന്റ് എന്താണെന്ന് അന്വേഷിക്കും. ഡെവലപ്മെന്റ് എന്താ എനിക്ക് അറിയത്തില്ല അതിനെക്കുറിച്ച്. താങ്കൾ ഒരു ഫ്രോഡാണ് എന്ന് വരുത്തി തീർക്കുന്ന ഒരു വ്യാജ ഒരു സ്റ്റിംഗ് പുറത്തു വന്നിട്ട് അതിന്റെ പരാതി കൊടുത്തിട്ട് അതിന്റെ പരാതി എവിടെയാണെന്ന് അറിയില്ലെങ്കിൽ ആര് പറയുന്നതാണ് സത്യം ഫെനി? അല്ല, പരാതി അന്വേഷിച്ച് ഞാൻ പോയിരുന്നു. വഴിക്ക് വിട്ടു. അല്ല, പിന്നെ ഞാൻ അന്വേഷിക്കേണ്ടത് പറഞ്ഞാൽ പോലീസ് അന്വേഷിച്ചിട്ട് അതിന്റെ റിപ്പോർട്ട് കോടതി കൊടുത്തിട്ട് അത് കറക്റ്റ് ആണോ റോങ് ആണുള്ള നോട്ടീസ് എനിക്ക്. ഞാനൊരു അഭിഭാഷകനാണ്. 10-16 വർഷമായിട്ട് ഞാൻ ക്രിമിനൽ കേസ് കൂടുതൽ നടത്തുന്ന വക്കീൽ. അതാണ് എന്റെ ചോദ്യം. അതിനൊരു നോട്ടീസ് വന്ന് ഞാൻ അന്വേഷിക്കാൻ പോയില്ല. പിന്നെ അതാണ് എന്റെ ചോദ്യം. സ്റ്റിംഗിൽ പറയുന്ന ഒരു നേതാക്കളുമായി എനിക്ക് ഒരു ബന്ധം ഉണ്ടായിട്ടില്ല. ഒരു ബന്ധം ഉണ്ടായിട്ടില്ല. ഇതിന് ഒരു ബന്ധം ഉണ്ടായിട്ടില്ല. ഞാൻ എന്റെ ഓഫീസിന്റെ പരിസരം അത് കറക്റ്റ് ആണ്. ഓഫീസിന്റെ മുന്നിലാണ് അത് കറക്റ്റ് ആണ്. അത് ഞാൻ തന്നെയാണ്. ശബ്ദം പക്ഷേ രാജശേഖരൻ അത് കറക്റ്റാ. പക്ഷെ രാജശേഖരൻ വന്നത് അതിനല്ലായിരുന്നു. അല്ല, ഫെനിയുടെ ശബ്ദമാണോ അത്? എന്റെ ശബ്ദമല്ല. വർഷം ഇത്രയെങ്കിലും ആ കേസ് അന്വേഷണം എന്തായി എന്ന് ഇനിയെങ്കിലും അന്വേഷിക്കണം ഫെനി. അത് ഞാൻ കഴിഞ്ഞിട്ടെങ്കിലും അന്വേഷിക്കാം. ഫെനി, ഈ സോളാർ കമ്മീഷൻ താങ്കളോട് ചോദിക്കുന്നുണ്ട്. തമ്പാനൂർ രവിയെ താങ്കൾ വിളിക്കുന്നത് 72 തവണ, 42 തവണ. ബെന്നി ബെഹനാനെ താങ്കൾ വിളിക്കുന്നത് 150 തവണ. ഒരു ബന്ധവുമില്ല. പിന്നെ എന്തിനാണ് ഇവർ ഇത്ര വിളിക്കുന്നത്? ഒരു ബന്ധം എനിക്ക് വിളിച്ചുകൂടെ? ഒരു ബന്ധവും ഇല്ലാത്ത നേതാക്കളെ 150 തവണ വിളിക്കുമോ? അല്ല, എനിക്ക് ബന്ധം വേണ്ട. ഒരു ജനപ്രതിനിധിയെ വിളിക്കുന്നത് ബന്ധം വേണ്ടല്ലോ. സർ, ഇപ്പൊ ഈ സ്റ്റിംഗിൽ പറഞ്ഞ തമ്പാനൂർ രവിയും ബെന്നി ബെഹനാൻ പണം തന്നു എന്ന് സ്റ്റിംഗിൽ പറയുന്ന അത് അങ്ങനെ പലതും പറയും. ഓക്കെ, അപ്പോൾ സംശയമുണ്ട്. അവിടെ ഒരു സംശയത്തിന്റെ ഒരു സംഭവം നിൽക്കുന്നു. അതേ നേതാക്കളെ 42 തവണയും 150 തവണയും വിളിക്കുന്നത് എന്തിനാണ് ഫെനി? അവര് വിളിച്ചതാണോ? ഫെനി ബെന്നിയെ വിളിച്ച കാര്യമാണ് 150 തവണ. ബെന്നി പിന്നെ നമ്മുടെ ഈ പൊളിറ്റിക്കൽ നേതാവല്ലേ, എനിക്ക് വിളിച്ചുകൂടെ? താങ്കൾ പൊതുപ്രവർത്തനമല്ലോ. ഇപ്പം നാട്ടുകാരുടെ ആവശ്യത്തിന് വേണ്ടി MLA വിളിക്കുക അല്ലെങ്കിൽ നേതാക്കളെ വിളിക്കുക എന്ന് പറയുമ്പോൾ എന്തിനാണ് വിളിച്ചത്?
എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കും വിളിച്ചത്. അല്ല, അവരെങ്കിലും ക്രിമിനൽ കേസ് താങ്കൾ തന്നിട്ടുണ്ടോ, വക്കാലത്ത് തന്നിട്ടുണ്ടോ? ഒരു വക്കാലം തന്നെ അല്ല. ജനപ്രതിനിധികളെ വിളിക്കുന്നെങ്കിൽ എനിക്ക് നമ്മൾക്ക് ഞാൻ വിളിക്കണമെങ്കിൽ അതിനൊരു എനിക്ക് ഞാനൊരു പരിചയം വേണോ? ഫെനി, ആൾക്കാർ പൊട്ടന്മാരെന്ന് വിചാരിക്കല്ലേ? ഒരു കാര്യവുമില്ലാതെ തവണ വിളിക്കലാണ്, ഒരു കാര്യവുമില്ലാതെ വിളിക്കലാണ്. അത് ഞാൻ വിളിച്ചത് രാഷ്ട്രീയ നേതാക്കളെ അല്ലാതെ വിളിച്ചാണ്. എന്തിനാണ് രാഷ്ട്രീയ നേതാക്കൾ 150 മറ്റ് ഒരു നേതാക്കളോ ഇല്ലാത്ത ബന്ധം എന്താണ് ഇവരുമായിട്ട്? എനിക്ക് എത്ര ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു, ഞാൻ ആ രീതിയിൽ വിളിക്കും. എന്തായിരുന്നു ആവശ്യങ്ങൾ? ഫോർ എക്സാമ്പിൾ 3 ആവശ്യം പറയോ? എന്തെങ്കിലും ബെന്നിബാനെ വിളിച്ച് എന്റെ തമ്പാനെ വിളിച്ച് 3 ആവശ്യം പറ. എന്റെ അവിടുത്തെ എന്തെങ്കിലും കാര്യസാധ്യത്തിനായിരിക്കും ആരുടെ കാര്യസാധ്യത 150 തവണ. ഇതിപ്പോ ഞാൻ അന്നേരം ഈ എന്ത് ആവശ്യം കുറെ വർഷമായില്ല, എന്ത് ആവശ്യം പലരുടെ ആവശ്യങ്ങളുണ്ടായിരുന്നു. പറയാൻ പറ്റാത്ത ആവശ്യമല്ല, പുറത്തു പറയാൻ പറ്റാത്ത ആവശ്യമാണെങ്കിൽ വേണ്ട. സോളാർ ബന്ധമായിട്ടുള്ള ആവശ്യമല്ല, അല്ല പുറത്തു പറയാൻ പറ്റാത്ത ആവശ്യമാണെങ്കിൽ വേണ്ട. പക്ഷേ ഒരൊറ്റ ആവശ്യം ഓർമ്മ ഉണ്ടാവില്ല. 150 തവണ ഫോണിൽ വിളിച്ച ഒരാളോട് ഫോണിൽ വിളിച്ച് ആവശ്യം 50 പ്രാവശ്യം വിളിച്ചെന്നുള്ള സോളാർ കമ്മീഷനാണോ പറഞ്ഞു? സോളാർ കമ്മീഷൻ സോളാർ കമ്മീഷൻ താങ്കളെ കഴിഞ്ഞ് ബോധ്യപ്പെടുത്തുക. എന്താ അറിയോ, എനിക്കറിയത്തില്ല. താങ്കൾക്കൊന്നും ഓർമ്മയില്ല. കാര്യം 150 തവണ വിളിച്ച കാര്യം എന്തിനാണെന്ന് ഓർമ്മയില്ല. ആരെ പറ്റിക്കലാണ്? അങ്ങനല്ല സംഭവം. ജസ്റ്റ് ശിവരാജൻ എനിക്കൊരു നമ്പർ എന്നോട് അവിടെ അദ്ദേഹം ടേബിളിൽ ഇരുന്നല്ലോ നമ്പർ പറഞ്ഞു. ഈ നമ്പർ അറിയാവോ എന്ന് ചോദിച്ചു. എൻ്റെ വെച്ചാൽ ഞാൻ മൊബൈലിനകത്തെല്ലാം ഈ സേവ് ചെയ്ത് വെച്ചത് ഞാൻ നമ്പർ ഓർക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഈ കണ്ടിട്ട് എനിക്ക് ഓർമ്മ ഒരു ആരുടെയാണ് എങ്ങനെയാ എന്നോട് ചോദിച്ചു. അപ്പോൾ ഒന്നുകൂടെ നോക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്നുകൂടെ നോക്കിയിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓർമ്മയില്ല. പറഞ്ഞ ഫോണിൽ അടിച്ച് നോക്കാൻ പറഞ്ഞു. ഫോണിൽ അടിച്ച് നോക്കുമ്പോൾ ആടെയാന്ന് പറഞ്ഞപ്പോൾ സേവ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ബെന്നി ബെന്ന നമ്പർ ആണ്. അങ്ങനല്ല സംഭവിച്ചത്. അങ്ങനെയോട് പറഞ്ഞു. ഇല്ല, അങ്ങനല്ല സംഭവിച്ചത്. അങ്ങനല്ല സംഭവിച്ചത്. സോളാർ കമ്മീഷൻ PRD ഡയറി എടുത്തു. PRD ഡയറി എടുത്ത് ഈ നമ്പർ തപ്പി താങ്കളോട് പറഞ്ഞു ഇത് ബെന്നിബാന നമ്പറാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് താങ്കൾക്ക് ഓർമ്മ പെട്ടെന്ന് വരുന്നത്. ഇല്ല, ഓർമ്മ വന്ന് ബെന്നിയാണ്. ഇപ്പൊ എനിക്ക് എന്നോട് ചോദിച്ചത് ഓർമ്മ പ്രശ്നമുണ്ടോ? ഇല്ല, എന്നോട് ചോദിച്ചാൽ അങ്ങനെ തന്നെ. അല്ല, ഞാൻ ഒരു അഭിഭാഷകൻ ഇത്രയധികം ഓർമ്മ പ്രശ്നം ശരിയാണോ ഒന്നുകൂടി താങ്കൾ ആലോചിക്കണം. ചികിത്സ തേടുകയും വേണം. കാര്യം ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് 150 തവണ വിളിച്ച ഒരാൾക്ക് പല ആവശ്യങ്ങൾക്ക് വിളിച്ചാണെന്ന് പറയുന്നത് താങ്കൾക്ക് ഒരൊറ്റ ആവശ്യം പറഞ്ഞാൽ ഓർമ്മയില്ല. അത് ശിവരാജൻ എന്നോട് ജസ്റ്റിസ് ശിവരാജൻ ചോദിച്ചല്ലോ എന്ത് ആവശ്യത്തിനാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്റെ വ്യക്തിമായിട്ട് ഫെനിയുടെ വ്യക്തിമായിട്ടുള്ള കാര്യത്തിനാണ് അവിടെ എഴുതി വെച്ചു. ഞാൻ പറഞ്ഞത് ഈ ജനകീയ കോടതിയിൽ ഒരൊറ്റ ആവശ്യം പറയൂ ഫെനി. അന്ന് താങ്കൾ ബെന്നി ബെഹനാനെ വിളിച്ചതിന് തമ്പാനൂരെ വിളിച്ചത് താങ്കൾ കാര്യം താങ്കളുടെ പേരിൽ സംശയത്തിന്റെ ഡെമോക്രസ് വാൾ പോലെ ഓപ്പറേഷൻ കിടപ്പുണ്ട്. ഒരു കാര്യം ഞാൻ ഓർമ്മയുണ്ട്. ഞാൻ ബെന്നി ബെഹനാനെ സ്കൂൾ അഡ്മിഷന് വേണ്ടി ഒരു വർഷം വിളിച്ചിരുന്നു. അതെനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. 150 തവണ സ്കൂൾ. അപ്പൊ നാട്ടുകാരുടെ കുട്ടികൾക്ക് മൊത്തം സ്കൂൾ അഡ്മിഷൻ എടുത്തു. ഈ 150 പ്രാവശ്യം വിളിച്ചിട്ടുള്ള കാര്യം അദ്ദേഹം അവിടുന്ന് ടേബിളിൽ ഇരുന്ന് പറയുമായിരുന്നു. പറയല്ല, വെറുതെ പറയുന്നതല്ലോ. താങ്കളുടെ CDR രേഖ പരിശോധിച്ച് താങ്കൾ ആരെയൊക്കെ വിളിച്ചിട്ടുണ്ടെന്ന് നോക്കി അതിന്റെ കണക്കെടുത്തിട്ടാണ് ഈ കാലയളവിൽ 150 കോള്. പോട്ടെ, അത് പുറത്തു പറയാൻ കഴിയാത്ത കാര്യമാണെങ്കിൽ പുറത്തു പറയണ്ട, പോട്ടെ. പക്ഷേ താങ്കൾ പറയുന്ന അങ്ങനെ വിശ്വസിക്കുന്നവരാണ് എന്താണ് ജനസാമാന്യം എന്ന് വിശ്വസിക്കും. താങ്കൾ ഇത്തരത്തിൽ വൈരുദ്ധ്യങ്ങൾ പറയുന്നത് കള്ളങ്ങൾ പറയുന്ന ആദ്യമല്ല. ശ്രീ ഫെനി ബാലകൃഷ്ണൻ, താങ്കൾ സോളാർ കമ്മീഷന് മുന്നിൽ ആദ്യം പോകുമ്പോൾ പറയുന്നത് എന്താണ്? താങ്കൾ ഒരു കോൺഗ്രസ്സുകാരനാണെന്ന് പറയുന്നത്. രണ്ടാമത് പറയുന്നത് അറിയോ, താങ്കൾ ഒരു CPM അനുഭാവിയും പ്രവർത്തകനുമാണെന്നാണ്. ഇപ്പൊ താങ്കൾ CPM കാരനാണോ? ഇത് ജസ്റ്റിസ് ശിവരാജനാണോ പറഞ്ഞത്? ശിവരാജൻ കമ്മീഷൻ റിപ്പോർട്ടുള്ള കാര്യമാണ്. അദ്ദേഹം പല കാര്യങ്ങളും റിപ്പോർട്ടിനകത്ത് എഴുതി വെക്കും. ഇതൊന്നും അവിടെ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല. ഇത് ആഷ്മി പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ്. അദ്ദേഹം എന്നോട് രാഷ്ട്രം ചോദിച്ചിരുന്നു, അതെനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഞാൻ രാഷ്ട്രത്തിന് അല്ലെന്ന് പറഞ്ഞപ്പം പറഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നുന്നു അവിടെ വേറൊരു അഡ്വക്കേറ്റ് പറഞ്ഞ് നിങ്ങൾ CPM മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടോ എന്തോ ഒരു കാര്യം അവിടെ ചർച്ച നടന്നത് അവിടെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അതിന് മെമ്പർഷിപ്പ് എടുത്തില്ലെന്ന് പറഞ്ഞു. അദ്ദേഹം ഈ അവിടെ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ അല്ല ആക്ച്വലി അവിടെ എഴുതി വെക്കുന്നത്. അത് ഞാൻ എപ്പോഴും അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി ഞാൻ ഡിസ്പ്യൂട്ട് ചെയ്യുന്നത് എപ്പോഴും ഡിസ്പ്യൂട്ട് ചെയ്യുന്നത്. കമ്മീഷൻ വെറുതെ എഴുതി വെക്കുമെന്നേ, അതാണ് എന്റെ ഡിസ്പ്യൂട്ട്. ഇത് കമ്മീഷനും ഫെനി ബാലകൃഷ്ണൻ മാത്രമുള്ള സംവാദമല്ലോ, അത് പൊതുസമക്ഷമുള്ള റിപ്പോർട്ടാണ്. ആഷ്മി അതിനാണ് ഐ ആം ഡിസ്പ്യൂട്ടിംഗ് ദാറ്റ്. അതാണ് എന്റെ ഡിസ്പ്യൂട്ട്. സോളാർ കമ്മീഷൻ ഫുള്ള് ഞാൻ ഡിസ്പ്യൂട്ട് ചെയ്യുന്നത്. ഞാൻ തന്നെ പലവരും ഇത് അവിടെ നടന്ന സംഭവങ്ങളൊന്നും എന്നോട് ചോദിച്ച സംഭവങ്ങളോ അല്ലെങ്കിൽ അവിടെ പറഞ്ഞ സംഭവങ്ങളൊന്നും പല കാര്യങ്ങളും അദ്ദേഹം ഡിലീറ്റ് ചെയ്ത് പുള്ളിയുടെ സ്വന്തമായിട്ട് എഴുതി വെച്ചു. അത് തന്നെയല്ല, ആ സംഭവം തന്നെയല്ല. അദ്ദേഹം എന്നെ പലവട്ടം വിളിച്ചിട്ട് പല കാര്യങ്ങളും പറയണമെന്നും പറഞ്ഞു. എന്താണ് അദ്ദേഹം എനിക്ക് സമൻസ് സെർവ് ചെയ്തായിരുന്നു പറഞ്ഞോന്ന്. അപ്പം പല സമയത്തും ഞാൻ കോടതിയിൽ നിൽക്കുക, എനിക്ക് തിരക്കുള്ളതാണ് എനിക്ക്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പല കോടതിയിൽ നിൽക്കുകയെന്ന് പറഞ്ഞപ്പോൾ 1-2 പ്രാവശ്യം അദ്ദേഹം എന്നോടൊന്നും പറഞ്ഞില്ല. 3-ാം പ്രാവശ്യം അദ്ദേഹം ഫോണിൽ ലൈനിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു ഫെനി ഇവിടെ വന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ ഞാൻ വരുമെന്നും വരത്തില്ലെന്ന് ഞാൻ ഐ ഡിഡ്ന്റ് സേ സെറ്റ്. എനിക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു, എല്ലാവർക്കും പറ്റുമെന്ന് പറഞ്ഞു. അവിടെ നിന്നകത്ത് എനിക്ക് കുറേ കാര്യങ്ങൾ പറയേണ്ട ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഈ ന്യൂസിനകത്ത് വരുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ ഇവിടെ വന്ന് പറയാനായിട്ട് എന്നെ ഫെനിയെ വിളിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ വന്ന് എല്ലാം പറയണമെന്ന്. എന്തൊക്കെയായിരുന്നു അത്? അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഈ ആരോപണം വരുന്ന TV ന്യൂസ് വരുന്നുണ്ട്. ആ ആരോപണം വരുന്ന സഹിതം എല്ലാം ഇവിടെ വന്ന് പറയണമെന്ന് പേരെടുത്ത് പറഞ്ഞില്ല. ആരോപണം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ പറയണമെന്ന് ഈ ശിവരാജനും പറഞ്ഞ് അതിനുശേഷം ദിവാകരൻ പറഞ്ഞ് ആ ആരോപണം ഞാൻ ദിവാകരൻ എന്ന് പറഞ്ഞ സെക്രട്ടറി ബിജു രാധാകൃഷ്ണനെ ക്യാൻവാസ് ചെയ്യാൻ ശ്രമിച്ചു. ബിജുരാധാകൃഷ്ണൻ പിന്നെ മീഡിയ പറഞ്ഞുകൊണ്ട് ആ പരിപാടി അവിടെ നിന്ന്. അങ്ങനെ ഞാൻ ഈ ഫുള്ള് ശിവരാജൻ കമ്മീഷനെ ഡിസ്പ്യൂട്ട് ചെയ്യും. 150 കോളന്റെ കാര്യം വിടും, അത് പിന്നെ ലീവ് ഇറ്റ്.
ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ഡിസ്പ്യൂട്ട് ചെയ്യാം. അദ്ദേഹം എഴുതി കാണുമായിരിക്കും, റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. താങ്കൾ അങ്ങനെ പറഞ്ഞു എന്നാണ് എനിക്ക് അത് ഒരു അവിടെ നടക്കുന്ന കാര്യം റെക്കോർഡ് ചെയ്യുന്നില്ല, ആരും റെക്കോർഡ് ചെയ്യുന്നില്ലല്ലോ. അല്ല, ഞാൻ കമ്മീഷൻ റിപ്പോർട്ട് ആകുമ്പോൾ നമ്മൾ അതിന് കൊടുക്കുന്ന ഒരു പവിത്രതയുണ്ട്, വാല്യൂ ഉണ്ട്. ആ വാല്യൂ നമ്മൾ കൊടുത്തേ മതിയാവുള്ളൂ. അങ്ങനെ കൊടുക്കുമ്പോൾ താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ അത് പറഞ്ഞ എന്താ ശിവരാജൻ കമ്മീഷൻ കള്ളമാണെന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ ഡിസ്പ്യൂട്ടില്ല. ശ്രീ ഫെനി ബാലകൃഷ്ണൻ, ഉമ്മൻചാണ്ടിയുടെ പേര് മാത്രമല്ലല്ലോ, KC വേണുഗോപാലിന്റെ പേര്, ഹൈബി ഈഡന്റെ പേര്, AP അബ്ദുൽക്കുട്ടിയുടെ പേര്, കുറെ അധികം 6ഓളം FIR അതിലുണ്ടായതാണ്. ഫെനി ഇവരുടെ ഒക്കെ പേര് ഇത്തരത്തിൽ എഴുതി ചേർത്താണോ? ഇവരുടെ എല്ലാ പേര് എഴുതി ചേർത്താണോ? അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. എന്തുകൊണ്ടാണ് പറയാത്തത്? അതെനിക്ക് ഇപ്പം പറയാൻ, അതിന്റെ ഒരു ചാപ്റ്റർ CBI ക്ലോസ് ചെയ്തില്ല ആശ്മി. ഇല്ല, ക്ലോസ് ചെയ്തില്ല സർ. അതെങ്ങനെ ക്ലോസ് ചെയ്യുക? പീഡന കേസ് അടിസ്ഥാനം കത്താണ്. ആ കത്ത് കണ്ട ആളാണ് താങ്കൾ എന്ന് താങ്കൾ പറയുന്നു. അപ്പൊ എഴുതി ചേർത്തിട്ടുണ്ടോ എന്ന് അറിയാവുന്ന ആൾ താങ്കളാണ്. അല്ല, 6 പേരുടെ പേര് എഴുതിയത് ഞാൻ എവിടെ പറഞ്ഞു? എഴുതി ചേർത്തതാണോ വ്യാജമായി ചേർത്തതാണോ എന്ന് താങ്കൾക്കറിയാം. അത് CBI കണ്ടെത്തിയില്ലേ? എനിക്കറിയാവുന്ന കാര്യം എനിക്ക് പറഞ്ഞുകൂടെ? ഉമ്മൻചാണ്ടി സാറിന്റെ പേര് എഴുതിക്കരുത് കാര്യം ഞാൻ അത് ഗുണം നടന്ന കാര്യം ഞാൻ ഐ വിറ്റ്നസ് ആയിരുന്നു. ബാക്കിയുള്ള കാര്യത്തിലൊന്നും ഞാൻ ഐ വിറ്റ്നസ് അല്ലല്ലോ. അപ്പൊ എന്തായാലും ഈ യാത്രയിൽ ഉമ്മൻചാണ്ടിയുടെയും ജോസ് കെ പേര് എഴുതി ചേർത്ത കൂട്ടത്തിൽ ചേർത്തവരല്ല ഈ 6 പേർ. അങ്ങനെയാണോ? ബാക്കി കാര്യത്തെ കുറിച്ച് എനിക്ക് അറിയത്തില്ല. ഞാൻ എന്റെ ഉമ്മൻചാണ്ടിയുടെയും ജോസ് കെ പേര് എഴുതി ചേർക്കുന്ന കൂട്ടത്തിൽ ഇവരുടെ പേര് എഴുതി ചേർത്തില്ല. അവിടെ മാത്രമേ ഉള്ളൂ. ഞാൻ ആ കൊട്ടാരക്കര തിരുവനന്തപുരം റൂട്ടിൽ അവിടെ വരെ ഉള്ളൂ എന്റെ റൂള്. താങ്കൾക്ക് അല്ലെങ്കിൽ അല്ല എന്ന് പറയാമല്ലോ ഫിനി, എന്താണ് പറയാത്തത്? എനിക്ക് യാതൊരു റൂളും ഇല്ല. ഞാൻ അതേക്കുറിച്ച് കമന്റ് ചെയ്യുന്നില്ല. ഈ പറഞ്ഞ KC വേണുഗോപാലിനടക്കം ബാക്കി 6 പേരെയും ഇനിയും പണമുണ്ടാക്കാനുള്ള ഉപാധികളായി ഫെനി കാണുന്നുണ്ട്. ആശിമി, എനിക്ക് ധനസമ്പാദനത്തിന് യാതൊരു ആവശ്യമില്ല. എന്തിനാണ് ഈ പറയുന്ന ഞാൻ നല്ലപോലെ കേസ് നടത്തുന്നത്, ഇഷ്ടംപോലെ കേസ് നടത്തുന്നത്. പിന്നെ എന്തിനാണ് ഈ പറയുന്ന പരാതിക്കാരി കേസ് ആവശ്യത്തിനായി താങ്കളെ ഏൽപ്പിച്ച തെളിവുകൾ ഇപ്പോഴും ഉണ്ട് എന്ന് താങ്കൾ ആവർത്തിക്കുന്നത്? താങ്കളുടെ പക്കലുണ്ടെന്ന് ഈ പറഞ്ഞ CD അടക്കം അത് എന്റെ ഉണ്ടല്ലോണ്ടാണ് പറയുന്നത്. എന്തിനാണത് അത് കയ്യിൽ സൂക്ഷിക്കുന്നത്? ആ ഡോക്യുമെന്റ്സ് എന്നെ ഏൽപ്പിച്ചിരിക്കുക. അതിന് പരാതിക്കാരി ഒരു ഡിസ്പ്യൂട്ടും പറയുന്നതുമില്ല. അത് പരാതിക്കാരി തിരിച്ചു ചോദിച്ചാൽ കൊടുക്കുമോ? ഏത് ഈ പറയുന്ന ഡോക്യുമെന്റ് തിരിച്ചു ചോദിക്കട്ടെ, അതൊന്ന് കൊടുക്കും. അതൊന്ന്. രണ്ടാമത്തെ, അങ്ങനെ പരാതിക്കാരി ഏതെങ്കിലും ഒരു കോടതി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ കോടതി കൊണ്ട് കൊടുക്കുന്നത്. അന്ന് ഇന്ന് വരെ പരാതിക്കാരി എന്റെ അത് കോടതിയിലും പറഞ്ഞിട്ടില്ല. കോടതി മുഖാന്തരം ചോദിക്കണോ താങ്കളോട് പരാതിക്കാരി? ഏതേ പേഴ്സണൽ ബിലോങ്ങിങ്സ് പേഴ്സണലായി തിരിച്ചു വെച്ചാൽ താങ്കൾ കൊടുക്കില്ല, കോടതി മുഖാന്തരം ചോദിക്കണം. അല്ല, അവർ ചോദിക്കട്ടെ. ചോദിച്ചാൽ കൊടുക്കുമോ? ചോദിച്ചാൽ കൊടുക്കും, ഉറപ്പായും കൊടുക്കും. അതിലെന്താണുള്ളത് ഫെനി? അതിനകത്ത് അവരുടെ റെക്കോർഡ്സും കാര്യങ്ങളും അവർക്കുള്ള വേണ്ടുന്ന തെളിവും കാര്യങ്ങളോ എന്തുമായി ബന്ധപ്പെട്ടതാണ്? അത് ഇപ്പൊ ഞാൻ അത് പറയാൻ താല്പര്യപ്പെടുന്നില്ല. ഈ കോയമ്പത്തൂരേക്ക് മാധ്യമങ്ങൾ തേടിപ്പോയ അല്ലെങ്കിൽ ശിവരാജൻ കമ്മീഷൻ തേടിപ്പോയ ആ CD താങ്കളുടെ പക്കലാണോ? അതിനകത്ത് കാണുമായിരിക്കും. അതിലുണ്ടായിരിക്കും. എന്തിനാണ് താങ്കൾ സൂക്ഷിക്കുന്നത്? അതിനെയും സൂക്ഷിക്കുന്ന പറഞ്ഞാൽ അവൻ എന്റെ തന്ന് സൂക്ഷിക്കാൻ തന്ന് ഞാൻ സൂക്ഷിക്കുന്നു. കേസ് കഴിഞ്ഞു, പശുത്വം മോരിന്റെ പുളിയും പോയി. പക്ഷെ താങ്കൾ സോളാറിന്റെ 2ാം ഘട്ടത്തിൽ വാർത്താ സമ്മേളനം നടത്തി പറയുന്നു ഈ പറയുന്ന എല്ലാ തെളിവുകളും എന്റെ പക്കലുണ്ട്, അത് കേരളം ഞെട്ടുന്ന രേഖകളാണ് എന്ന് പറയുന്നത് ആരെ പേടിപ്പിക്കാനാണ്? ഒന്നാന്തരം ബ്ലാക്ക് മെയിലാണ് ഫെനി. അതെങ്ങനെ ബ്ലാക്ക് മെയിൽ ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറയുന്നത്? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നേതാക്കളെ പേടിച്ചുകൊള്ളൂ. നിങ്ങളെ കുറ്റമുക്തരാക്കിയെങ്കിൽ നിങ്ങൾ പൂർണ്ണമായി കുറ്റമുക്തരായിട്ടില്ല. വേണമെങ്കിൽ കേരള സമക്ഷം നിങ്ങളുടെ തുണിയുരിച്ചു കളയാനുള്ള വസ്തുതകൾ എന്റെ പക്കലുണ്ട് എന്ന് പറയാതെ പറയലാണ് ഫെനി. അത് പറയാനൊക്കത്തില്ല. എന്തുകൊണ്ട് പറയാനൊക്കത്തില്ല? കേസ് ക്ലോസ് കഴിഞ്ഞാൽ പിന്നെ എന്റെ തെളിവുണ്ടെന്ന് പറഞ്ഞ കാര്യമുണ്ടോ? അത് കേസിന്റെ വഴിയല്ലേ? ഫെനിക്കൊരു ഇപ്പൊ കത്ത് പുറത്തേക്ക് വിടുന്ന കേസിന്റെ വഴിയിൽ കൂടിയാണ്. അവിടെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഒരു കേസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്റെ തെളിവ് എന്റെ ഇരിപ്പുണ്ടോന്ന് പറഞ്ഞിട്ട് കാര്യം വല്ല ഉണ്ടോ ആശ്മി? കാര്യമുണ്ട്. എങ്ങനെ കാര്യമുണ്ട്? താങ്കൾ പറയുന്ന പോലെ CD, എന്തോ ദൃശ്യങ്ങൾ, അടുത്ത ഇന്റിമേറ്റ് ബന്ധങ്ങളുള്ള ഫോട്ടോ എന്നൊക്കെയാണല്ലോ അന്ന് പറഞ്ഞത്. അത് മൊത്തം എന്റെ പക്കലുണ്ട്, കേരളം ഞെട്ടും തെളിവുകളാണെന്ന് പറഞ്ഞാൽ ആ തെളിവുകളുണ്ട് എന്ന് ഭയപ്പെടുത്തി മുൾമുനയിൽ നിർത്താമല്ലോ ഇപ്പോഴും ആരോപണ വിധേയരെ. ആരെ? അത് നിങ്ങളല്ലേ പറയുന്നത്. എനിക്ക് അങ്ങനെ മാലിഫൈഡ് ഇന്റൻഷൻ ഇല്ല. താങ്കൾ അപ്പൊ കയ്യിൽ അത് കൽപ്പാന്ത കാലത്തോളം താങ്കൾ സൂക്ഷിക്കുന്നതിന് താങ്കൾ ഒരു ഉപകാരം കാണുന്നു. എന്താ ഇനി അതിന് ഉത്തരവാദിയാണ് ഈ പറയാൻ വരുന്നത്. അത് ഒരാള് അത് മിസ്യൂസ് ചെയ്യാൻ പാടില്ല. അതാണ് എന്റെ ഉദ്ദേശം. ഇനി കത്തിച്ച് കളയാത്തിന് അതെന്റെ ഇഷ്ടം. അല്ല, പരാതിക്കാരി തിരിച്ചു വെച്ചാൽ കൊടുക്കില്ല. പരാതിക്കാരി തിരിച്ചു വെച്ചാൽ കൊടുക്കും. പരാതിക്കാരി പറയട്ടെ. അല്ല, ഫെനിയോടൊപ്പം അത് ഇല്ലാതായി പോലെ പരാതിക്കാർക്ക് ഇനി ഒരു താല്പര്യം ഉണ്ടെങ്കിൽ തിരിച്ചു വെച്ചാൽ കൊടുക്കും. ആശ്മി, ഞാൻ തിരുവനന്തപുരത്ത് പത്രസമ്മേളനം നടത്തിയ പരാതിക്കാരി ഏതായാലും അത് കണ്ടു കാണത്തെങ്കിൽ അതിന് പ്രതികരിക്കാത്ത എന്താ? അല്ല, എന്തായാലും നമ്മുടെ ഈ പരിപാടി കാണുമല്ലോ. അതിനുശേഷം പരാതിക്കാരി ചോദിച്ചാൽ ബിലോങ്സ് ഒരു മാറ്റവും ഇല്ലാതെ, എടുത്തു മാറ്റം ഇല്ലാതെ അത് കോപ്പി ചെയ്ത് വേറെ കയ്യിൽ സൂക്ഷിക്കാതെ കൊടുക്കും. അങ്ങനെയല്ലേ? കൊടുക്കും. പരാതിക്കാരി പറയട്ടെ. പരാതിക്കാരൻ ഞാൻ പറഞ്ഞ കാര്യം നിഷേധിച്ചിട്ടുമില്ല. ശരി, താങ്കൾ വളരെ ഭദ്രമായി സൂക്ഷിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്? അതിന്റെ താല്പര്യം എന്താണ് എന്നതാണ് ചോദ്യം. വെള്ളാപ്പള്ളി നടേശൻ ഒരു ഇന്റർനാഷണൽ ഫ്രോഡാണ്. എന്തുമാത്രം കള്ളക്കഥ. അതിലൂടെ ഏതായാലും സമ്പന്നരായല്ലോ, പുതിയ വീടൊക്കെ വെച്ചെന്ന് കേട്ടത്. ഒരു സത്യവുമില്ലാത്ത പല പ്രസ്താവന ഇറക്കി യൂത്തിൻ്റെ മൂത്ത് ആരുണ്ടാക്കിയായിരുന്നു തോന്നുന്നു. പുതിയ വീട് വെച്ചോ? പുതിയ വീടൊന്നും വെച്ചില്ല. പുതിയ വീട് വാങ്ങിയോ? പുതിയ വീട് വാങ്ങിയതും ഇല്ല. പഴയ വീട്ടിൽ തന്നെയാണ് താമസം? പഴയ വീട്ടിൽ തന്നെ താമസിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരാൾ പറഞ്ഞത് പണ്ട് ഫെനി ബാലകൃഷ്ണൻ വീട്ടിൽ വരുമ്പോൾ ഇരിക്കാൻ സെറ്റ് പോലും, ഒരു കസേര പോലും ഇല്ലാത്ത വീടായിരുന്നു. ഇപ്പോൾ ആ വീടൊക്കെ മാറി വലിയ വലിയ സാമ്പത്തിക നിലയിലായി എന്ന് പറയുന്നുണ്ട്.
ഇത് ആരെ പറഞ്ഞത്? എൻ്റെ വീട്ടിലെ ഞാൻ ജനിച്ച മുതൽ ഞാൻ പൈസ ഉള്ള വീട്ടിൽ തന്നെയാണ്. എൻ്റെ അച്ഛൻ അതേ വീട്ടിൽ അതെ, എൻ്റെ അച്ഛൻ കമ്മീഷൻ ഓഫീസറായിരുന്നു, എയർഫോഴ്സ് കമ്മീഷൻ ഓഫീസറായിരുന്നു. എനിക്ക് യാതൊരു പൈസയ്ക്ക് അന്നും ക്ഷാമമില്ലായിരുന്നു, ഇന്നും ഇല്ല. ആ പഴയ കറുത്ത മാറ്റിസ് കാറൊക്കെ മാറ്റിയോ? ഏത് ഒരു പഴയൊരു മാറ്റിസ് കാർ ഉണ്ട്, പഴയൊരു മാറ്റിസ് കാറിൽ താങ്കൾ ആദ്യം അങ്ങനെ ഒരു മാത്യൂസ് കാർ എനിക്കില്ല. ഇപ്പൊ ഏതാണ് കാറ്? ഇപ്പോ ഭാരതിയുടെ കാറാ. ഇപ്പൊ എത്ര കാറുണ്ട്? 2 കാർ ഉണ്ടായിരുന്നു, ഇപ്പൊ 1 ഉള്ളൂ. അത് പണം മുടക്കിയുള്ള കാറാണ്. പണം മുടക്കിയാണ്. ഞാൻ എസ്റ്റാബ്ലിഷ്ഡ് ലോയറാ. എപ്പോഴാണ് 2013 ശേഷം, സോളാറിന് ശേഷം? ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു എല്ലാ സമയത്തും എല്ലാവർക്കും ഒരു ചാൻസ് കിട്ടുമല്ലോ. ആ സമയത്തല്ലേ എസ്റ്റാബ്ലിഷ് ആവാൻ ഒക്കത്തുള്ളൂ. ഇപ്പൊ 2013 എനിക്ക് സോളാർ കേസ് കിട്ടിയോണ്ട് ഞാൻ ഇത്രയും കേസ് നടത്തുന്നു പറഞ്ഞാൽ അത് കറക്റ്റാ. ഒരു പ്രധാനപ്പെട്ട 3 കേസുകൾ പറയാമോ? താങ്കൾക്ക് അനുകൂല വിധി ഉണ്ടായ, താങ്കൾ ഇപ്പം എന്ന് പറഞ്ഞാൽ ഇത്രയും പണം ഉണ്ടാക്കാൻ കഴിയുന്ന കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു അഭിഭാഷകനായ താങ്കൾ ഒരു പ്രധാനപ്പെട്ട 3 കേസുകൾ. ഈയിടെ ഒരു കേസ് ഞാൻ നടത്തിയിരുന്നു നമ്മുടെ തിരുവനന്തപുരത്ത്. ഏതാണ്? മഞ്ചൂർ കോടതിയിൽ. അത് ആന്റിസിപ്പേറ്ററി ബെയിലായിരുന്നു. ആന്റിസിപ്പേറ്ററി അത് കാര്യമുണ്ട് അതിനകത്ത് പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞ് ഞാൻ UDF കാരനെ, എനിക്ക് പിന്നെ UDF കേസ് കിട്ടത്തുള്ളൂ. അത് വന്നത് CPI ഒരു വലിയ നേതാവായിരുന്നു. അദ്ദേഹം അവിടെ വണ്ടി ഓടിച്ച് എൻ്റെ വീട്ടിൽ വന്നതായിരുന്നു. ആന്റിസിപ്പേറ്ററി കേക്ക് അതിന് സംഭവം കേക്ക് പിന്നെ ഒരു സെക്ഷൽ ആക്ടിനകത്ത് പെട്ട ആളാ. അദ്ദേഹം വന്നിട്ടുണ്ടോ പറഞ്ഞ് തിരുവനന്തപുരത്തെ സകല വക്കീലന്മാരും കൈ ഒഴിഞ്ഞു സാറേ എന്ന് പറഞ്ഞ്, സാറിന് എത്ര എമൗണ്ട് വേണമെങ്കിൽ ഞാൻ പൈസ തരാമെന്ന് പറഞ്ഞ് എനിക്ക് ജയിലിൽ പോകാതെ രക്ഷിക്കണം. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഫാക്ട്സ് എല്ലാം ഇതൊക്കെ അനുകൂലമല്ല. ഞാൻ അവിടെ പോയി ഇവിടുന്ന് വണ്ടി ഓടിച്ച് ഉള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും പറഞ്ഞ് വേറെ എന്നോടുള്ള എൻ്റെ കപ്പാസിറ്റിയിലല്ല അവർ സംശയിച്ച് ഫെനി എന്ന് പറഞ്ഞ ആളെ എന്തിനാണ് ഇതിനകത്ത് കൊണ്ടുവന്നുള്ളതാണെന്ന് വിഷയം അവിടെ നിന്ന്. ഏതായാലും അതെല്ലാം മറികടന്ന് ഞാൻ ആന്റിസിപ്പേറ്ററി ബെയിൽ പറഞ്ഞു. ഉച്ചയ്ക്ക് വിധി പറഞ്ഞു. അദ്ദേഹത്തിന് ജാമ്യം കിട്ടി. സെക്ഷൽ കേസിനകത്ത് ജാമ്യം കിട്ടത്തില്ല, കിട്ടി. പ്രധാനപ്പെട്ട താങ്കൾ അതുപോലെ ഒത്തിരി കേസുകൾ ഒത്തിരി കേരളത്തിൽ വരുന്നു. 8 കേസും ജയിക്കുന്ന ഫെനി ബാലകൃഷ്ണന് ഒരു 3 കേസിന്റെ പേര് പറയുമ്പോൾ ഓർമ്മയിലേക്ക് ആന്റിസിപ്പേറ്ററി ബെയിൽ മാത്രമാണ് വരുന്നതെങ്കിൽ താങ്കൾ ഓർമ്മക്കുറവിനും മസ്റ്റാച്ച് അല്ലല്ല ബെയിൽ ആപ്ലിക്കേഷൻ പേരെ 150 തവണ വിളിച്ച് എന്തിനാണെന്ന് താങ്കൾക്ക് ഓർമ്മയില്ല. താങ്കൾ ചെയ്യുന്ന ജോലി ഏറ്റവും അടുത്ത് താങ്കൾ എപ്പോഴും ജയിച്ചുകൊണ്ടിരിക്കുന്ന വിജയശ്രീലാളിതനായ വക്കീലായ താങ്കൾ കൈകാര്യം ചെയ്ത് വിജയിച്ച പ്രധാനപ്പെട്ട ഒരു കേസ് വെച്ചാൽ ഓർമ്മയില്ല. ഇഷ്ടംപോലുണ്ട്. പക്ഷേ എടുത്തു പറയാൻ ഓർക്കുന്നില്ല ഞാൻ. ശരി, ഇനി CPM നേതാക്കൾ ഇടപെടലേക്ക് വരും. താങ്കൾ പറയുന്നുണ്ട് EP ജയരാജൻ താങ്കളെ വന്ന് കണ്ടു, സജി ചെറിയാൻ താങ്കളെ വന്ന് കണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യ ടുഡേക്ക് നൽകിയൊരു അഭിമുഖം, പരാതിക്കാരി അഭിമുഖം നൽകുമ്പോൾ അന്ന് കൂടെ ഫെനിയുണ്ട്. സജി ചെറിയാൻ CPM ജില്ലാ സെക്രട്ടറി ആയ സമയത്ത് 10 കോടി രൂപ ഓഫർ ചെയ്തു എന്നുള്ളതാണ് അന്ന് പരാതിക്കാരി അഭിമുഖത്തിൽ പറയുന്നത്. അന്ന് താങ്കൾ ശരിവെക്കുന്നുണ്ട്. അങ്ങനെയാണ് 10 കോടി ഓഫർ ചെയ്തു, താങ്കൾക്ക് അറിയാവോ? അതേക്കുറിച്ച് എനിക്കറിയത്തില്ല. പക്ഷെ താങ്കൾ അഭിമുഖത്തിലുണ്ട്, താങ്കൾ അത് ശരിവെക്കുന്നുണ്ട്. അപ്പോൾ എവിടെ ശരിവെക്കുന്നത്? എവിടെ നിന്ന് കാണിക്കാൻ തന്നെ? ഇന്ത്യ ടുഡേ അത് മാസിക ഞാൻ താങ്കൾ അയച്ചുതരാം. അന്ന് ആ അഭിമുഖത്തിൽ തന്നെ ഒരു CPM പ്ലോട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് അന്ന് ഉമ്മൻചാണ്ടിയെ താഴേക്ക് ഇറക്കുക, KM മാണിയെ മുഖ്യമന്ത്രിയാക്കുക എന്നൊരു പ്ലോട്ട് അതിലുണ്ട് എന്ന് ഈ പരാതിക്കാരി ആ അഭിമുഖത്തിൽ പറയുന്നു. താങ്കൾ കൂടെയുണ്ട് അപ്പോഴും ശരിവെച്ചുകൊണ്ട്. ഓർമ്മയുണ്ട് ഇതൊക്കെ? ഞാൻ കൂടെ കാണുമായിരിക്കും. അത് കറക്റ്റ്. ഞാൻ കോടതി പൊടിക്ക് പോകുന്ന എവിടെയെങ്കിലും ഇന്റർവ്യൂ എടുത്താണ്. പക്ഷേ ആ ഇന്റർവ്യൂവിനകത്ത് ചിലപ്പോൾ ഞാൻ പങ്കെടുത്തിട്ടില്ല. ഇന്റർവ്യൂവിൽ താങ്കൾ കൂടെ ഇരിപ്പുണ്ട്. അന്ന് താങ്കൾ കൂടെ എന്താണ് ഈ വാർത്താ സമ്മേളനത്തിൽ പരാതിക്കാരിക്കൊപ്പം താങ്കൾ എങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു അതേ മട്ടിൽ ഇന്ത്യ ടുഡേ മാഗസിന് കൊടുത്ത അഭിമുഖത്തിൽ പരാതിക്കാരിക്കൊപ്പം താങ്കൾ ഇരിക്കുന്നുണ്ട്, ഇതൊക്കെ കേൾക്കുന്നുണ്ട്, ശരിയാണെന്ന മട്ടിൽ താങ്കൾ പ്രതികരിക്കുന്നുമുണ്ട്. ഒന്നും ഓർമ്മയില്ല? ഇല്ല, പ്രതികരിക്കാൻ ഞാൻ എന്താ വെച്ചാൽ ഇന്ത്യ ടുഡേക്കാർ വന്നിരുന്ന കാര്യം കറക്റ്റാണ്. അത് അശ്വിൻ പറഞ്ഞ കറക്റ്റായിരുന്നു. അത് അവരുമായിട്ട് മാത്രമായിട്ട് ഒരു റൂമിനകത്തിരുന്ന് ഇതുപോലെ ക്യാമറ ഒന്നും ഇല്ലായിരുന്നു, റൂമിനകത്തിരുന്ന് ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു. ഞാൻ അങ്ങനെ സൈഡിലിരിക്കുന്നത്, എന്നോടൊന്നും ചോദിച്ചില്ല. സജി ചെറിയാൻ താങ്കളെ ഒന്ന് കണ്ടു. എങ്ങനെയായിരുന്നു ആ കോൺടാക്ട് തുടങ്ങുന്നത്? അതെ, കണ്ടല്ലോ. അദ്ദേഹം അത് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് ആ കോൺടാക്ട് തുടങ്ങിയത്? വെച്ചാൽ മാവേലിക്കര കോടതിയിൽ ഞാനൊരു കേസ് വാദം പറഞ്ഞ് വെളിപ്പെടുത്തുമ്പോൾ അദ്ദേഹം ഒരു കേസിനകത്ത് വന്ന് അവിടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ എന്നെ അതിശയമായിട്ട് കണ്ടു. എന്നോട് ചോദിച്ചു എന്തുകൊണ്ട് വിശേഷം, സുഖമാണെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു സുഖമാണെന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം പറഞ്ഞ എനിക്ക് ഫെനിയെ എനിക്കൊരു അത്യാവശ്യം ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞു എന്താണെന്ന് ചോദിച്ചു. പറഞ്ഞ് എനിക്ക് പരാതിക്കാരി ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ്. അന്നേരം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എന്തെങ്കിലും പ്രത്യേകിച്ച് ഉണ്ടോ? പ്രത്യേകിച്ച് ഉണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം ഞാൻ പരാതിക്കാരെ വിളിച്ചു പറഞ്ഞു ഇതുപോലെ ഇദ്ദേഹം കാണാൻ ആവശ്യപ്പെടുന്നു. ആ പരാതിക്കാരി പറഞ്ഞ് ഫെനിയുടെ വീട്ടിലോട്ട് വരാൻ പറഞ്ഞത്. അവർ രണ്ടുപേരും മുറിക്കാതിരുന്ന് അത് ഒരു 10 മിനിറ്റ് സംഭാഷണ ശേഷമാണ് അദ്ദേഹം വെളിയിലോട്ട് ഓടി വന്നു. വളരെ വെപ്രാളത്തോടെ എന്നോട് ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞു ഫെനി ഞാൻ സംസാരിച്ച കാര്യങ്ങളൊക്കെ അവർ റെക്കോർഡ് ചെയ്തിട്ടാണ് എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞു എങ്ങനെ തോന്നിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ റെക്കോർഡ് ചെയ്യാൻ സാധ്യതയൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഒന്നുമില്ല, സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ അല്ല എനിക്കുണ്ട്, അത് ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് കളയണമെന്ന് പറഞ്ഞു. ഞാൻ അകത്ത് നിന്ന് പരാതിക്കാരോട് ചോദിച്ചു. സമ്മതിക്കും, പക്ഷേ EP ജയരാജൻ സമ്മതിക്കുന്നില്ല. EP ജയരാജൻ പറഞ്ഞു പെട്ടെന്ന് കേൾക്കോ. എനിക്ക് ഈ ഫെനി ബാലകൃഷ്ണനുമായിട്ട് ഒരു പരിചയമില്ല, ഒരു ബന്ധവുമില്ല. ഈ ഇതിൽ പറയുന്നത് കൊല്ലം ഗസ്റ്റ് ഹൗസിൽ, ഞാൻ കൊല്ലം ഗസ്റ്റ് ഹൗസിൽ ഇന്ന് വരെ മുറിയെടുത്ത് താമസിച്ചിട്ടില്ലാത്ത ഒരാളാണ്. എനിക്ക് തോന്നുന്നത് എൻ്റെ ജീവിതത്തിൽ 2 പ്രാവശ്യമാണ് കൊല്ലം ഗസ്റ്റ് ഹൗസ് താമസിച്ചത്. ഒന്ന് പാർട്ടി സമ്മേളനം അവിടെ നടക്കുമ്പോൾ, മറ്റൊന്ന് ഞങ്ങളുടെ ജാഥ, പിണറായി നയിച്ചിരുന്ന പഴയ ജാഥ. ആകെ ഞാൻ കൊല്ലം ഗസ്റ്റ് ഹൗസ് താമസിച്ചതാ. EP എന്താണ് ആവശ്യപ്പെട്ടത്? EP അത് പൂർണ്ണ നിഷേധിക്കുകയാണ്. താങ്കൾക്ക് പിന്നിൽ ആരോ ഉണ്ട് എന്നുകൂടി ആരോപിക്കുകയാണ് EP. പോട്ടെ, അത് EP-യുടെ ന്യായീകരണം എന്ന് വിചാരിച്ചാൽ തന്നെയും EP താങ്കളോട് ആവശ്യപ്പെടുന്നത് എന്താണ്? ഇത് ഞാൻ അന്നേരം വീട്ടിൽ നിൽക്കുമ്പം എന്നെ ഒരു കോൾ വന്നു എനിക്ക്.
അദ്ദേഹം പ്രദീപ് എന്ന് പറഞ്ഞ ഒരാളാണ് എന്നെ വിളിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഫെനിയാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആണെന്ന് പറഞ്ഞ് ഇതുപോലെ പിന്നെ ഇദ്ദേഹം കാണാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞു, മൂപ്പർക്ക് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ പ്രത്യേകിച്ച് കാരണമുണ്ടോ, അത് അവിടെ വന്ന് പറയാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ അടുത്ത ദിവസം ഫ്രീ ആണെന്ന് പറഞ്ഞു, എനിക്ക് കോടതികളൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ആ പ്രദീപ് എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ കാറിൽ ഈ ഗസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞ് അവിടെ ചെന്നപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു ഫെനിയാണോ കേസ് നടത്തുന്നത്? ഞാൻ പറഞ്ഞു അതെ, ഞാൻ ആ കേസ് നടത്തുമെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു സാറിന് എന്താ ആവശ്യം, തെളിവുകളൊക്കെ കയ്യിലുണ്ടെങ്കിൽ അത് ഒന്ന് കാണണമെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു അതിന് ഇപ്പോൾ എനിക്ക് എൻ്റെ കയ്യിലൊന്നും ഇപ്പോൾ ഇല്ല, എൻ്റെ സാധ്യതകളൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു എന്താ സാറിന് എന്തെങ്കിലും പറഞ്ഞു, ഇത് എന്തോ വേണമെന്ന് ഞാൻ ചോദിച്ചു, ഞാൻ എടുത്ത് തന്നെ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതുപോലെ ഇത് ഒന്ന് കത്തിച്ച് നിർത്തണം, അതിനുള്ള കാര്യങ്ങൾ ഫെനി ഹെൽപ്പ് ചെയ്യണം. ഫെനിക്ക് എന്താണെന്ന് വെച്ചാൽ വാഗ്ദാനം നൽകിയില്ല, ഫെനിക്ക് എന്താണെന്ന് വെച്ചാൽ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. താങ്കൾ ചോദിച്ചില്ല എന്ത് തരും ചോദിച്ചില്ല? അത് ഞാൻ ചോദിച്ചില്ല. അപ്പോൾ ഞാൻ എന്താ വേണ്ടതെന്ന് പറഞ്ഞു ഫെനി പരാതിക്കാരിയെ പോയി കണ്ടിട്ട് എൻ്റെ ഈ ഇൻഫർമേഷൻ പാസ് ഔട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് മാത്രം മതി, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പിന്നെ കോർഡിനേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഈ വിവരം പരാതിക്കാരിയോട് ഞാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇത് വളരെ റിഡിക്കുലസ് ആണ്, ഇതിനെക്കുറിച്ച് എനിക്ക് ചോദിച്ചില്ല, പിന്നെ ഫെനി അതൊക്കെ വിട്ടേരെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കോർഡിനേറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു. പിന്നീട് ആണ് പരാതിക്കാരിയുടെ ഒരു പിന്നെ ഇൻ്റർവ്യൂവിനകത്ത് ഞാൻ കണ്ടു, കോൺടാക്ട് ചെയ്തു എന്നൊക്കെ അവർ പറയുന്നത് കേട്ടു. അതിനെക്കുറിച്ച് എനിക്കറിയാം. അവിടം വരെയായിട്ട് ഞാൻ ക്ലോസ് ചെയ്യുമായിരുന്നു. ഇ.പി. ജയരാജൻ വന്ന് താങ്കളെ കാണുന്നതും ഇത് കത്തിച്ചു നിർത്തണമെന്ന് പറയുന്നതും നല്ല ഉദ്ദേശത്തോടെ അല്ല എന്ന് താങ്കൾക്കും അറിയാം. അതൊരു സിറ്റുവേഷനെ എക്സ്പ്ലോർട്ട് ചെയ്യാൻ എല്ലാ രാഷ്ട്രീയക്കാരും ആണ്. പക്ഷേ എക്സ്പ്ലോർട്ട് ചെയ്യാൻ വരുന്ന ഇ.പി. ജയരാജനോട് താങ്കൾ വളരെ സൗമനസ്യത്തോടെ എന്താണ് താങ്കൾക്ക് വേണ്ടത്, ഏതൊക്കെ രേഖകൾ വേണമെന്ന് ചോദിക്കുന്നുണ്ട്. അത് ഞാൻ പരാതിക്കാരോട് പറയണം, ഞാൻ പറഞ്ഞേക്കാം, അത് മാത്രം ഞാൻ ചെയ്താൽ മതിയോ എന്ന് വളരെ സൗമനസ്യത്തോടെ ചോദിക്കുന്നു. ആ വക്കീലിൻ്റെ പണി ഇതൊക്കെയാണോ? വക്കീലേ, എൻ്റെ പണി അതൊന്നും അല്ല. പിന്നെന്തിനാണത്? എന്നോട് പറഞ്ഞു ഇതുപോലെ ഇങ്ങനെ ഒരാൾ വന്ന് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരാളെ അവരെ കാണാൻ ബുദ്ധിമുട്ടാണ്, ഇത് ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യണം, ഇതാണ് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. ഇതൊക്കെ അഭിഭാഷക ധാർമ്മികതയ്ക്ക് ചേർന്നതാണോ? വക്കീലിന്റെ ജോലിയൊന്നും അല്ലത്. പക്ഷെ ഞാനൊന്നിനും കൂട്ടി നിന്നില്ലല്ലോ. താങ്കൾ അങ്ങ് പക്ഷേ നിന്നു. ഏതേ എന്തിനാണ് ബാർ കൗൺസിൽ താങ്കൾക്ക് നടപടി എടുത്തത്? ബാർ കൗൺസിൽ സ്വമേധ നടപടി എടുക്കുമല്ലായിരുന്നു. എന്തിനാണ്? ഞാൻ പ്രൊഫഷണൽ എത്തിക്സിനെതിരെ പ്രവർത്തിച്ചെന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ചോദ്യം അതായിരുന്നു. പിന്നെ ഇതൊക്കെ എന്താണ് എത്തിക്സിന് വിരുദ്ധം? അത് പ്രൊഫഷണൽ എത്തിക്സിനെതിരെ ഞാൻ പ്രവർത്തിച്ചുള്ളത് ബാർ കൗൺസിൽ സ്വമേധ കേസ് എടുത്ത്, അത് എന്തിനാന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. അത് എത്തിക്സിന് വിരുദ്ധമായതുകൊണ്ടാണ് കേസ് എടുത്തത്. അതെ, ഞാൻ പറയുന്നത് അത് രാഷ്ട്രീയമാണെന്ന് ഞാൻ പറയുന്നു. അല്ല, ഇതൊക്കെയാണ് എത്തിക്സിന് വിരുദ്ധം. അത് രാഷ്ട്രീയമെന്ന് ഞാൻ പറയുന്നു. പി.സി. ജോർജിന്റെ പങ്ക് എന്തായിരുന്നു? താങ്കൾ പി.സിയെ പോയി കണ്ടിട്ടുണ്ട് മാവേലിക്കരയിൽ? പി.സിയെ പോയി ഞാൻ കണ്ടിട്ടില്ല, പി.സി എന്നെ വന്ന് കണ്ടിട്ടുണ്ട്. എന്തായിരുന്നു ആവശ്യം? പി.സി പിന്നെ എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ പി.സിക്ക് കൈ വേണമെന്ന് പറഞ്ഞു. അത് ഞാൻ അന്നേരം തന്നെ അതിന് ഉത്തരം കൊടുത്തു. എന്ത് കൊടുത്തു? അത് എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു സാറേ ഇന്ന് വന്നിരുന്നോട്ടെ, ഇനി ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് എൻ്റെ വീട്ടിലല്ല വന്നേ, എൻ്റെ വീട്ടിൽ നിന്ന് കുറെ മാറിയാ വന്നത്. അവിടെ ധാർമ്മികത ഉണർന്നു താങ്കൾക്ക്? ഏതേ? അവിടെ ഈ പറഞ്ഞ വക്കീൽ ധാർമ്മികത ഉണരുന്നു. ഇനി എന്നെ മേലെ വന്നിരിക്കട്ടെ, ഇനി വരരുത് എന്ന് ഞാൻ പറഞ്ഞു. അത് പി.സിയോട് പറഞ്ഞു. അതിന് മുമ്പ് അന്ന് ആ ദിവസങ്ങളിൽ പി.സി. ജോർജ് എന്ന് പറയുന്ന പൂഞ്ഞാറുകാരൻ അല്ലെങ്കിൽ ചീഫ് വിപ്പ് പറയുന്ന നേരിട്ട് കണ്ടുവെന്ന് പറയുന്നതാണ്. അങ്ങോട്ടേക്ക് പോയപ്പോൾ എന്താണ് ഉമ്മൻചാണ്ടിയുടെ മുറിയിൽ വെർബാറ്റം എന്ന് നിങ്ങളുടെ ഭാഷയിൽ പറയുന്ന പോലെ നേരിട്ട് കണ്ട മട്ടിൽ ഉമ്മൻചാണ്ടി ഇട്ട കൈലി ഏത്, പരാതിക്കാരിട്ട വസ്ത്രം ഏത്, അവിടെ കണ്ടത് എന്താണ്, കണ്ടപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മുഖത്തെ രക്തം അങ്ങ് വാർന്നു പോയി എന്നൊക്കെ നേരിൽ കണ്ട പോലെ പച്ചക്കള്ളം, നട്ടാൽ കുരുക്കാത്ത പച്ചക്കള്ളം പി.സി. ജോർജ് പറയാൻ കാരണം എന്ത്, അതിന്റെ പ്രേരണ എന്തെന്നാണ് അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് താങ്കളുടെ ഒരു ധാരണ? അത് പി.സി. ജോർജ് പറഞ്ഞ പി.സി. ജോർജിന്റെ രാഷ്ട്രീയ മുതലെടുപ്പാ. യഥാർത്ഥത്തിൽ ഇതിന്റെ കിങ് പിൻ പി.സി. ആണോ ഗണേഷ് കുമാറാണോ? എൻ്റെ പി.സി. ഏതായാലും അല്ല. എന്തുകൊണ്ടാണല്ലെന്ന് പറയുന്നത്? പി.സി. ആയിട്ട് ഞാനുമായിട്ട് യാതൊരു ലിങ്കും അതിനകത്ത് വന്നിട്ടില്ല. പി.സി. ഇതിനകത്ത് എന്നോട് ഇടപെട്ടുവോ അല്ലെങ്കിൽ ഇതിനകത്ത് വരുവോ എന്നത് ഇത് ചെയ്യണമെന്നൊന്നും എന്നോട് പറഞ്ഞില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കണമെന്ന് മാത്രമല്ല. പക്ഷേ ഇവരെ സംബന്ധിച്ചോളം ഇവർ 2013 എൻ്റെ കൂടെ തന്നെ. അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണന്റെ വാദങ്ങൾ പൂർത്തിയാകുന്നു. ഇനി മറുവാദങ്ങളുടെ സമയമാണ്. അധ്യാപകൻ ഇടതു രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ അൻവർ ഷാ പാലോട്. വെൽക്കം അൻവർ ഷാ. അൻവർ ഷാ പാലോട് ചെയ്യാത്ത തെറ്റിനു വേണ്ടിയല്ല മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മൊത്തത്തിൽ അനുഭവിച്ചത് എന്ന് നേരിട്ട് ബോധ്യമുള്ള ഒരാൾ അല്പം സമയം വൈകിയാലും പൊതുസമൂഹത്തോട് തുറന്നു പറയുന്നു. യഥാർത്ഥത്തിൽ ഫെനി അഭിനന്ദിക്കുകയല്ലേ ചെയ്യേണ്ടത്? ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെ കേരളത്തിൻ്റെ സമൂഹത്തിൽ 2 അഭിഭാഷകരാണ് ഇതുപോലെ 2 രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടത്. ഒന്ന് ആളൂരാണ്, മറ്റൊന്ന് ഫെനി ബാലകൃഷ്ണനാണ്. അപ്പോൾ ഒന്ന് അദ്ദേഹത്തെ സംബന്ധിച്ച് ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കണമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് എതിര് പറയണോ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലൂടെയാണ് അദ്ദേഹം തെളിയിക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ ആദ്യ നാൾ മുതൽ അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം നിൽക്കുന്ന സ്റ്റാൻഡിൽ ഒരിക്കലും ഉറച്ചു നിന്നിട്ടില്ല. പലപ്പോഴും പല സ്റ്റാൻഡ് ഇതേ വേദിയിൽ വെച്ച് തന്നെ അദ്ദേഹം മുമ്പ് ഈ പരാതിക്കാരിയുമായി നടത്തിയിട്ടുള്ളൊരു പ്രോഗ്രാമിനകത്ത് പരാതിക്കാരി തന്നെ പറയുന്നത് എന്നെ കൊണ്ട് ഒരുപാട് സാമ്പത്തികമായി ഇദ്ദേഹത്തിന് നേട്ടമുണ്ടാക്കി. പിന്നീട് പല ഘട്ടത്തിലായിട്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് മാധ്യമങ്ങളുടെ മുമ്പിൽ വരികയും ചെയ്യുന്ന ഒരു വ്യക്തിയെ നമുക്ക് എങ്ങനെ അഭിനന്ദിക്കാൻ കഴിയും? അങ്ങനെയുണ്ടോ? BA ആളൂരാണോ താങ്കളെ മുന്നോട്ട്
വഴി നടത്തുന്ന മാർഗ്ഗദീപം? ആളൂരിനെ കുറിച്ചൊന്നും എനിക്കറിയത്തില്ല, അത് അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി. അത് അദ്ദേഹത്തിന്റെ രീതികൾ വേറെയാണല്ലോ, എൻ്റെ രീതികൾ അങ്ങനെയൊന്നുമല്ല. ഇപ്പൊ ദിലീപ് കേസിൽ താങ്കൾ പെട്ടെന്ന് പൊട്ടി വീഴുന്നുണ്ട്, അവിടെ എന്തൊക്കെയോ പറഞ്ഞ് പൊട്ടി വീഴും. താങ്കൾക്ക് യഥാർത്ഥത്തിൽ ഒരു സ്റ്റേക്കും ഇല്ലാത്തൊരു കേസാണ്. അപ്പോൾ മാധ്യമ ശ്രദ്ധ കിട്ടുന്ന, അതുവഴി വക്കീൽ പണിയിൽ കരിയർ ഗ്രോത്ത് ഉണ്ടായേക്കാവുന്ന ഏത് കേസിലും താങ്കൾ ചാടി വീഴും. ആളൂരും അതുപോലെയാണ്. അല്ല, ഞാൻ അങ്ങനെ ചാടിയൊന്നും വീണത്, എവിടെയെങ്കിലും ചാടി വീഴുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ദിലീപിന്റെ കേസിനകത്ത് ദിലീപ് ആയിട്ടുള്ള സംഭാഷണം നടന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇക്കഴിഞ്ഞ വാർത്താ സമ്മേളനം, അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ഇദ്ദേഹം പറയുന്നത് CPM-ന്റെ നേതാവായിട്ടുള്ള സഖാവ് EP ജയരാജൻ, അതുപോലെ തന്നെ സജി ചെറിയാൻ, ഇവരുടെ കാര്യങ്ങൾ എന്തുകൊണ്ട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ല? എന്തുകൊണ്ട് പറഞ്ഞില്ല? പറഞ്ഞിട്ടുണ്ടേ. അല്ല, സോളാർ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ടോ? സോളാർ കമ്മീഷനും പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും പുതിയ വെളിപ്പെടുത്തലൊന്നുമല്ല, ഇതൊക്കെ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. പരാതിക്കാർ അത് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇദ്ദേഹം നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഈ CPM-ന്റെ നേതാക്കന്മാരുടെ പേര് പറയുന്നതിന്റെ പിന്നിൽ ഏതൊക്കെയോ കോൺഗ്രസ് നേതാക്കളുടെ കൃത്യമായിട്ടുള്ള തിരക്കഥയുണ്ട്. ഉണ്ടോ ഫെനി? വളരെ തെറ്റായത്. ഞാനിത് ഇപ്പം പറയുന്നതല്ലോ, ഇത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാ. EP ജയരാജൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാ. നിരാകരിക്കാൻ ധൈര്യം കിട്ടുന്നില്ല. സജിക്ക് നിരാകരിക്കാൻ കഴിയാത്ത എന്താണ്? അല്ല, അത് നിങ്ങൾ സജി ചെറിയാനോട് ചോദിക്കണം. അല്ല, സജിച്ചനെ സമ്മതിച്ചു, പോയി കണ്ട കാര്യം സമ്മതിച്ചു. ഒരു തട്ടിപ്പ് കേസിലെ പ്രതിക്ക് ഒരു CPM നേതാവിന് വീട്ടിൽ പോയി ഫെനിയെ ആവശ്യപ്പെട്ട് പോയി കാണേണ്ട കാര്യം എന്താണ് അൻവർ ഷാ? അല്ല, ഇത് അവർ റെക്കോർഡ് ചെയ്തു, എന്തൊക്കെയാണ് സംസാരിച്ചത് എന്നുള്ളതുമായി വേറെ കാര്യം. അല്ല പോയി കണ്ടോ? അല്ല, ആയിക്കോട്ടെ, സജി ചെറിയാൻ. അല്ല, അത് നിങ്ങൾ സജി ചെറിയാനുമായിട്ടാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. സജി ചെറിയ എന്തിനു പോയി, എന്തിനാണ് എന്നുള്ളത്. ഇവിടെ നമ്മുടെ മുമ്പിൽ വരുന്ന പ്രശ്നം എന്താ? 10 കോടി രൂപ CPM-ന്റെ നേതാക്കൾ കൊടുത്തു, അല്ലെങ്കിൽ ഇടതുപക്ഷത്തുനിന്ന് ഈ പ്രശ്നം ആളിക്കത്തിക്കാൻ കൊടുത്തു എന്നാണ് പറയുന്നത്. ഇത് ജയ്ഹിന്ദ് ചാനലിന് കൊടുത്തിട്ടുള്ള ഒരു ബൈറ്റിനകത്താണ് പറയുന്നത്. ഇത് പിന്നീട് ഏഷ്യാനെറ്റ് ന്യൂസ് ഒരിക്കൽ ചോദിച്ചു. ആ ചോദിച്ച സമയത്ത് പറഞ്ഞു, ഇത് തമ്പാനൂർ രവിയും ബെന്നി ബെഹനാനും എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് എന്നാണ് ജയ്ഹിന്ദ് TV-യിൽ വെച്ച് ഈ കൊടുത്തിട്ടുള്ള ഇതിന് ഏഷ്യാനെറ്റ് ന്യൂസിൽ കൊടുത്ത മറുപടി. ഒരു തെളിവുകളുമില്ലാതെ കേരളത്തിന്റെ പൊതുസമൂഹത്തിലുള്ള നേതാക്കന്മാരെ എന്താണ് ഈ കേസിലേക്ക് നിങ്ങൾ വലിച്ചിടാൻ ശ്രമിക്കരുത്. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ? നിങ്ങൾ കോടതിയിൽ ഒരു അഭിഭാഷകനായിട്ട് പ്രവർത്തിക്കുമ്പോൾ കോടതിയുടെ മുന്നിൽ എന്താ? അതിൻ്റെ മുന്നിൽ കൃത്യമായ സോളിഡ് എവിഡൻസ് വേണം. സോളിഡ് എവിഡൻസ് ഇല്ലാതാണ് നിങ്ങൾ നേരത്തെ ഇത്രയും നിങ്ങളടുത്ത് ചോദിച്ചു. ഒരു 3 കേസ് നിങ്ങൾ പറയാൻ പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല. 3 കേസ് ഞാൻ ഓർത്ത് വെക്കുന്നില്ലല്ലോ. അത് ഓർമ്മക്കുറവാണ്. അല്ല, അത് ഇവിടെ പറയാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? EP താങ്കളെ ഒന്ന് കണ്ടതിന്, EP താങ്കളോട് കാര്യങ്ങൾ സംസാരിച്ചതിന്, EP-യുടെ വാഹനത്തിൽ കയറ്റി താങ്കളെ കൊണ്ടുപോയതിന്, ഗസ്റ്റ് ഹൗസിൽ സംസാരിച്ചതിന് താങ്കളുടെ പക്കൽ തെളിവുണ്ടോ എന്നതാണ് അൻവർ ഷാ പാലോട് നേരിട്ടുള്ള ചോദ്യം. ആ കൊണ്ടുവന്ന ആൾ ഇപ്പൊ മാവലിക്കലിലുണ്ട്. ആരാണത്? ഒരു പ്രദീപ് എന്ന ആൾ ഇപ്പഴും മാവലിക്കലുണ്ട്. അത്രേ ഉള്ളൂ. ചോദിച്ചാൽ അതിനെയും എന്നെ കൊണ്ടുപോയി ഞാൻ സംസാരിച്ചു, അതേ ഉള്ളു തെളിവ്. അത് ഇനിയിപ്പം നിഷേധിച്ചെങ്കിൽ എനിക്ക് എന്തോ ചെയ്യാൻ പറ്റും? ഈ കത്തുമായി ബന്ധപ്പെട്ട് ഈ കത്തിനകത്ത് എന്തൊക്കെ കണ്ടന്റ് ഉണ്ടായിരുന്നു, അതിൻ്റെ ആദ്യത്തെ പേജിനകത്ത് എന്തായിരുന്നു എന്നുള്ളത് നിങ്ങളോട് ഇതേ ഫ്ലോറിൽ വെച്ച് ചോദിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അന്ന് നിങ്ങൾ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല. എനിക്ക് അതുമായി ബന്ധപ്പെട്ട് ആദ്യ പേജിൽ എന്താന്ന് ഇപ്പൊ പറയാൻ പറ്റുമോ എനിക്ക്? ആ കത്തിന്റെ ആദ്യ പേജിൽ എന്തായിരുന്നു എന്ന് ഇപ്പോൾ പറയാൻ അദ്ദേഹം പറഞ്ഞ കറക്റ്റ് തന്നെ. ഇപ്പൊ ഈ ഗൂഢാലോചന വന്നതിന് ശേഷമാണ് ഞാനത് പറഞ്ഞത്. ആദ്യ പേജിൽ ആരുടെ പേരാണ്? അതുകൊണ്ട് ഞാൻ ഇന്ന് വരെ ഒരാളുടെ പേര് പറഞ്ഞിട്ടില്ല, ഒരു മനുഷ്യന്റെ പേര് പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഈ ഉമ്മൻചാണ്ടി സാറിന്റെ ഒരു വിഷയം വന്നപ്പോൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയും LDF-ഉമാണ് ഈ സോളാർ സ്കാമിന്റെ പിന്നിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന പീഡന ആരോപണവുമായി ബന്ധപ്പെട്ടതിന്റെ പിന്നിൽ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതിന് പറഞ്ഞിട്ടില്ല. ഫെനി പറഞ്ഞ ഗണേഷിന്റെ പേര് മാത്രമാണ്, ശരണ്യ മനോജിന്റെ പേരാണ്. ഞാനത് CPM-ന്റെ കാര്യം പറഞ്ഞിട്ടേ ഇല്ല, ഇപ്പോഴും വിശ്വസിക്കുന്നുമില്ല. ഞാൻ പറഞ്ഞിരിക്കുന്നത് അങ്ങേക്ക് ഇപ്പോഴും കാര്യം എൻ്റെ പോയിന്റിൽ വന്നിട്ടില്ല. ഞാൻ പറഞ്ഞിരിക്കുന്നത് എൻ്റെ സ്റ്റാൻഡിങ് 3 പേര് മാത്രമേ ഉള്ളൂ. ഗണേഷ് കുമാർ, ശരണ്യ മനോജ്, പ്രദീപിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. ഫെനി 2ാം വരവിൽ കൊട്ടാരക്കര സംഘത്തിന് നേരെ മാത്രമാണ് ഉന്നം. ഫെനിയുടെ പോരാട്ടമുഖം കൊട്ടാരക്കര സംഘമാണ്. KB ഗണേഷ് കുമാർ, കോട്ടാത്തല പ്രദീപ്, ശരണ്യ മനോജ്. ഗണേഷ് കുമാറിന്റെ സഹോദരി ഉഷയുമായി താങ്കൾക്ക് ഏതെങ്കിലും തരത്തിൽ സൗഹൃദമുണ്ടോ? എനിക്ക് ഉഷയെ അറിയത്തില്ല. എനിക്ക് ഉഷയിൽ നിന്ന് സാമ്പത്തിക സഹായം കിട്ടിയിട്ടുണ്ടാകാം എന്ന് ചിലർ പറയുന്നുണ്ട്, ചില കരക്കമ്പി കേൾക്കുന്നുണ്ട്. പക്ഷേ ആരാന്ന് അറിയത്തില്ല. അദ്ദേഹം മുമ്പ് ചോദിച്ച പോലെ CPM-മാരാന്ന് വെച്ചാൽ CPM-മാരാന്നും ഇതിനകത്ത് ഇൻവോൾവും അല്ല. ഞാൻ അവരുടെ കാര്യം പറഞ്ഞിട്ടുമില്ല. പരാതിക്കാരിയുടെ അഭിഭാഷകനാണല്ലോ ഈ ഇരിക്കുന്ന ആൾ. അതെ, പരാതിക്കാരി തന്നെ ഈ പറയുന്ന ഫെനി പറയുന്നതിനോടൊന്നും തന്നെ യോജിക്കുന്നില്ല. അല്ല, വക്കാലത്തൊഴിഞ്ഞു. അല്ല, വക്കാലത്തൊഴിയട്ടെ. ഇത് 2 പേരുടെയും വാദങ്ങൾ ഒരുമിച്ച് വെച്ച് നോക്കുമ്പോൾ കൃത്യമായ കള്ളങ്ങൾ. ആരാണ് കള്ളം പറയുന്നത്? ഫെനി ഭാഷ ഇപ്പം അഭിഭാഷകർക്ക് ഒരു പരിധിവരെ കള്ളം പറയാം എന്നത് തത്വത്തിൽ, അല്ലെങ്കിൽ ഒരു പരിധിവരെ വാദം ജയിക്കാൻ വേണ്ടി പറഞ്ഞു നിൽക്കാമെന്നല്ലാതെ പച്ചക്കള്ളം പറയാമെന്ന് ആർക്കും അവകാശം. ഇതിൽ കള്ളം പറയുന്നത് പരാതിക്കാരിയാണോ ഫെനിയാണോ? 2, ഇപ്പൊ ഗണേഷ് കുമാറാണ് എഴുതി ചേർത്ത് ഉമ്മൻചാണ്ടിയുടെ പേര് എഴുതി ചേർക്കാൻ കൂട്ടുമെന്ന് താങ്കൾ പറയുന്നു. അതിനുശേഷം ഗണേഷ് കുമാർ CBIയോട് പറയുന്നത് എൻ്റെ അച്ഛൻ R ബാലകൃഷ്ണപിള്ള മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞത് ആ കത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേരുണ്ടായിരുന്നില്ല. ഇതിൽ കള്ളം പറയുന്നത് ആരാണ്? കള്ളങ്ങളുടെ ഒരു കൂമ്പാരം ഇതിലുണ്ട് അഡ്വക്കേറ്റ് ഫെനി. അത് കറക്റ്റാണ്.
കടക്കട കുമാരം ഉണ്ടെന്ന കാര്യം അദ്ദേഹം പറഞ്ഞ വളരെ കറക്റ്റാ. അതിനകത്ത് അതിൽ താങ്കൾക്കും പങ്കുണ്ടെന്നാ പറയുന്നത്. ആരെ കള്ളം പറയുന്നുള്ളത് ഇപ്പം ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞാൽ എല്ലാം വെളി വരും. അങ്ങനെയാണെങ്കിൽ അന്ന് ഈ തെളിവ് താങ്കൾ കൊടുക്കുവോ? ഏത് അന്വേഷണ സംഘത്തിന് കൊടുക്കുവോ? അന്വേഷണം വരട്ടെ, അന്നേരം ഞാൻ പറയാം. അന്വേഷണം വരുമോ വരത്തില്ലെന്ന് എനിക്കറിയത്തില്ലല്ലോ. താങ്കൾ എന്താ താങ്കൾ ഒരു മണിക്കൂറിൽ പറയുന്ന നിലപാട് തന്നെ പലയാവർത്തി മാറ്റി മാറ്റി പോകും. അന്വേഷണം വരട്ടെ. താങ്കൾ പറയുന്നത് ഞാൻ ഇനി ആർക്കും ഒന്നും കൊടുക്കില്ല, എന്നോടൊപ്പം അത് അടങ്ങി പോകട്ടെ എന്ന് പറയുന്ന അന്വേഷണം വരട്ടെ കൊടുക്കാന്ന് അപ്പൊ ആലോചിക്കാന്ന് പറയുന്നത്. അന്വേഷണം വരട്ടെ, എവിടെങ്കിലും ഉറച്ചു നിൽക്ക് ഫെനി. അല്ല അന്വേഷണം പറഞ്ഞത് അത് ഈ ഗൂഢാലോചന കാര്യം പറയാനായിട്ട് അന്വേഷണം വരട്ടെന്ന് പറഞ്ഞു, അല്ലാതെ എന്റെ കയ്യിൽ ഇരിക്കുന്ന സാധനം കൊടുക്കാനല്ല. അങ്ങനെ ആശുപത്രി പറഞ്ഞോ? അല്ല, അത് കൊടുക്കോ? അന്വേഷണം അത് തീർന്ന കാര്യമല്ലേ, ഇത് ഗൂഢാലോചന അന്വേഷണം നടന്നപ്പോ കൊടുത്തോ? ഇപ്പം ഈ പറയുന്ന സോളാർ കമ്മീഷൻ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചില്ലേ? അന്ന് കൊടുക്കാമായിരുന്നില്ലേ? എന്നോട് ചോദിച്ചില്ല. അന്ന് കൊടുക്കാമായിരുന്നില്ലേ? എന്നോട് ചോദിച്ചിട്ടില്ല ക്രൈംബ്രാഞ്ച്. ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുമ്പോൾ ഏതെങ്കിലും ക്രൂഷ്യൽ തെളിവുണ്ടെങ്കിൽ അത് കൊടുക്കലല്ലേ അഭിഭാഷകന്റെ ഉത്തരവാദിത്വം? ക്രൈംബ്രാഞ്ച് എന്നോട് ചോദിച്ചിട്ടില്ല അശ്മി. ഇദ്ദേഹത്തിന് ഇത്രയും പബ്ലിക് സ്പേസിൽ ഇത്രയും സ്വാധീനമുണ്ടായത് ഈ പരാതിക്കാരിയുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവങ്ങളാണ്. തർക്കമില്ല. തർക്കമില്ല. അത് ഫെനി സമ്മതിക്കുന്നുണ്ട്. ഫെനി സമ്മതിക്കുന്നുണ്ട്. അതിനുശേഷം ഈ പരാതിക്കാരി എന്ന് പറയുന്നത് ഇരയാക്കപ്പെട്ടവളാണ്, അവളെ സംരക്ഷിക്കേണ്ടത് എന്റെയും കൂടി ഉത്തരവാദിത്തമാണ് എന്ന് ഇദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു സമയത്ത് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട്. എനിക്ക് ഒരു സംരക്ഷിക്കുന്ന ചുമതല എന്റെയും കൂടെ ആണെന്നുള്ള കാര്യം തോന്നിയിട്ടുണ്ട്. പക്ഷെ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യാനുള്ള സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടില്ല. അല്ല, നിങ്ങൾ ഒരു ഫ്രോഡാണ് എന്ന് തന്നെയാണ് ഈ പരാതിക്കാരി കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. പല ഘട്ടങ്ങളിലായിട്ട് നിങ്ങൾ പലപ്പോഴും ഫ്രോഡ് തരം അവർ പറഞ്ഞിട്ടുണ്ട്. അവരുടെ അമ്മയുമായിട്ട് നിങ്ങൾ ഒരു സ്ഥലത്ത് പോവുകയും അവരുടെ സഹായത്തിന് കാശ് വാങ്ങുകയും അത് പിന്നീട് ആ പൈസയുടെ കണക്ക് ചോദിച്ചപ്പോൾ എന്താണ് അവരുടെ കയ്യിൽ അതിൻ്റെ രേഖകളായിട്ട് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അത് പിന്നീട് ഇതേ ഫ്ലോറിൽ തന്നെ നിങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്. ആ സ്റ്റിങ്ങിൽ കണ്ട പോലെ അത് വെറുതെ അത് ഫെനിയല്ല, ഫെനിയുടെ ശബ്ദമല്ല എന്ന് പറഞ്ഞ കാര്യമില്ല. അല്ല, പരാതിക്കാരി പറയുന്നത് സമയത്ത് കൊയ്ത്ത് നടത്തി ഫെനി, അതിന് 5 പൈസ പരാതിക്കാരിക്ക് പോയിട്ടില്ല. നമുക്ക് ഫെനി ബാലകൃഷ്ണനെ പരാതിക്കാരി ഇങ്ങനെ പറയാൻ കാരണമേ പറഞ്ഞാൽ ഞാൻ വക്കാലത്ത് ഒഴിയാതെ കൂടെ നിന്നിരുന്നെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ ഫെനി നല്ലവനാന്ന് പറഞ്ഞത്. ഞാൻ ആ വക്കാലത്ത് ഒഴിഞ്ഞതിന് ശേഷം ഈ അഭിപ്രായ വ്യത്യാസമുള്ള ശേഷമാണ് പറഞ്ഞിട്ടുള്ളത്. അല്ല, ഫെനി അപ്പോ അന്ന് വക്കാലത്ത് ഒഴിഞ്ഞില്ലെങ്കിൽ ഫെനി ഇവിടെ ഒന്നിരിക്കില്ല, ഈ കാര്യം ഒന്നും പറയില്ല, ഗണേഷിന്റെ കാര്യം ഒന്നും പറയില്ല. ആ കള്ളങ്ങൾക്ക് അതേ എങ്ങനെ പൂർണ്ണ പിന്തുണ കൂട്ടുന്നു അങ്ങനെ കൂട്ടുന്നു തന്നെ ഇപ്പോഴും. അത് നടക്കാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് കാര്യം അല്ലേ. എനിക്ക് കിട്ടിയ വിവരം എന്ന് പറയുന്നത് പരാതിക്കാരി ജയിലിൽ കിടക്കുന്ന സമയത്ത് നിങ്ങൾ പല ആളുകളിൽ നിന്ന് പണം, കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് തന്നെ ഈ പറയുന്ന പരാതിക്കാരിയിലേക്ക് ഈ കേസ് സെറ്റിൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പണം നൽകി എന്നുള്ളതാണ്, കോൺഗ്രസിന്റെ പഴയ നേതാക്കൾ അടക്കം. പക്ഷേ പരാതിക്കാരി പറയുന്നു എനിക്ക് പൈസ കിട്ടിയിട്ടില്ല, അവർക്ക് 50,000 മറ്റോ ആണ് കിട്ടിയിട്ടുള്ളത്. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? ഫെനി മുക്കിയോ? പൈസ ഉണ്ടെങ്കിൽ പൈസ എവിടെ പോയി? അതാ ചോദ്യം. എന്റെ പേരിൽ ഒരു അന്വേഷണം ഉണ്ടായിരുന്നു. ഈ പൈസയുടെ വിഷയം അദ്ദേഹം ചോദിച്ച പോലെ ഒരു അന്വേഷണം ഉണ്ടായിരുന്നു. അന്വേഷണം ഉണ്ടായപ്പോൾ എന്റെ അക്കൗണ്ടിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യത്തിലെങ്കിൽ ഒരു പൈസയും എങ്ങും വന്നിട്ടില്ലെന്ന് കണ്ടെത്തി. വക്കീൽ ബുദ്ധിയാണ് നിൽക്കാനും അറിയാം എനിക്ക്. വാദങ്ങൾ പൂർത്തിയാകുന്നു, മറുവാദങ്ങളും പൂർത്തിയായി. ഇനി ഓഡിയൻസ് ക്വസ്റ്റ്യൻസ്. താങ്കളും പരാതിക്കാരിയും തമ്മിൽ എന്തെങ്കിലും പേഴ്സണൽ ആയുള്ള ബന്ധമാണോ ഉണ്ടായിരുന്നത്, അതോ പ്രൊഫഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്? പ്രൊഫഷണൽ ഉള്ള ബന്ധമായിരുന്നു. നിങ്ങളുടെ പ്രൊഫഷണൽ ആയുള്ള ബന്ധത്തിന്റെ പേരിൽ മാത്രമാണ് ആ തെളിവുകൾ നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്നത്. അത് പ്രൊഫഷണൽ ഭാഗമായിട്ടാണ്. ആ വക്കാലത്തൊഴിഞ്ഞു എന്ന് പറയുന്നത് പരാതിക്കാരിയാണ് വക്കാലത്തൊഴിഞ്ഞിരിക്കുന്നത്. അതെ. അപ്പോൾ നിങ്ങൾക്ക് ആ തെളിവുകൾ തിരിച്ചു നൽകേണ്ട ഒരു ബാധ്യത ഉണ്ട്. പ്രൊഫഷണൽ ആയുള്ള ഒരു ബന്ധം മാത്രമേ ഉള്ളൂ, അത് സൂക്ഷിക്കേണ്ട ബാധ്യത ഒന്നും ഇല്ല. ചോദിച്ചില്ലേലും മടക്കി കൊടുക്കേണ്ട ബാധ്യതയുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് കൊടുത്തില്ല? ചോദിച്ചില്ല, അത് അവരുടെ ബാധ്യത. അത് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് കൊടുക്കേണ്ട ബാധ്യതയുണ്ട്. എന്നോട് ചോദിച്ചെങ്കിൽ മാത്രമേ അല്ല, അതൊരു അഭിഭാഷക വിദ്യാർത്ഥിയാണ്. ഒരു പോയിന്റാണ്. അതായത് ഒരു പ്രൊഫഷണൽ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കൈമാറിയ കേസിന് ആവശ്യമുള്ള രേഖകൾ അത് ഈ പരാതിക്കാരി വന്ന് ചോദിക്കാതെ തന്നെ വക്കാലത്ത് ഒഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കാൻ വക്കീൽ എന്നുള്ള താങ്കൾ ബാധ്യസ്ഥനാണ് അല്ലേ? പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ റിലേഷൻ കേസ് നടത്തുന്നത് ആ ഡോക്യുമെന്റിനെ സംബന്ധിച്ചോളം അതിനകത്ത് പ്രൊഫഷണൽ വരുന്നില്ല. ഇല്ല, പക്ഷെ താങ്കൾക്ക് തരുന്നത് എന്തുകൊണ്ടാണ്? പ്രൊഫഷണലായിട്ട് വരുന്നില്ലല്ലോ. അത് താങ്കൾക്ക് തരുന്നത് എന്തുകൊണ്ടാണ്? പരാതിക്കാരുടെ ബന്ധമുണ്ട്, പക്ഷേ ഡോക്യുമെന്റ് തന്നിരിക്കുന്ന പ്രൊഫഷണലായിട്ടല്ല. അതെന്ത് വാദമാണ്? അത് എന്റെ ബിലോങ്ങിങ്സ് ആണ്. ഫെനിയുടെ വെച്ചോ ഞാൻ ആവശ്യപ്പെടുമ്പോൾ തിരിച്ചു തരണമെന്ന് പറഞ്ഞു. അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്കാണ് ഈ പറയുന്ന ബിലോങ്ങിങ്സ് താങ്കൾക്ക് കൊടുക്കുന്നത്. വക്കാലത്ത് ഒഴിഞ്ഞാൽ ആ ബന്ധം തീരുന്നില്ലേ? ഇത് ഞാൻ പറയുന്നത് എന്റെ കയ്യിൽ ഒരു ബാഗ് കൊണ്ട് ഒരാൾ ജയിലിൽ ഇറങ്ങിയ ശേഷം എന്റെ ഒരു ബാഗ് കൊണ്ട് തരുന്നു. അത് ഫെനി സൂക്ഷിക്കുന്നു പറഞ്ഞ്
അതെന്ത് ബന്ധമാണത്? പരാതിക്കാരി തരുന്നു. കേസുമായിട്ട് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അന്ന് പറഞ്ഞിട്ടല്ല തന്നിരിക്കുന്നത്. അതെന്ത് ബന്ധത്തിലാണ് തരുന്നത്? വക്കീൽ എന്നുള്ള നിലയ്ക്കാണ് തരുന്നത്. അല്ലെ, വക്കീലോട് എവിടെ പറഞ്ഞിരിക്കുന്നത്? വക്കീലോട് നിലയ്ക്കാണ് തന്നിരിക്കുന്നത്. താങ്കളല്ലേ പറഞ്ഞ പ്രൊഫഷണൽ ബന്ധമാണ്. പ്രൊഫഷണൽ ബന്ധം പറഞ്ഞാൽ കേസ് സംബന്ധമുള്ള പ്രൊഫഷണൽ ബന്ധം. ഡോക്യുമെന്റ് അത് ഞാൻ കൊടുക്കണമെന്നാ ചോദിച്ചാൽ പരാതിക്കാരി കൊടുക്കും. അപ്പൊ അല്ലാത്തൊരു പേഴ്സണൽ ബന്ധമുണ്ടോ? പ്രൊഫഷണൽ ബന്ധം എങ്ങനെ ഉണ്ടാവുന്നത്? എന്റെ ഡോക്യുമെന്റ് സൂക്ഷിക്കാൻ എന്റെ തന്നു, ഞാൻ സൂക്ഷിക്കുന്നു. ശരി, ഓക്കെ. അത് ഫെനി ബാലകൃഷ്ണൻ കയ്യിൽ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു, അതാണ്. പണ്ട് തന്നെ ഒരു ചൊല്ലുണ്ട്, ഒരു ഡോക്ടറോടും വക്കീലിനോടും കള്ളം പറയാൻ പാടില്ല എന്ന്. കാര്യം സത്യം പറഞ്ഞാൽ മാത്രമേ അവർക്ക് കള്ളം ഫോർജ് ചെയ്ത് കോടതി മുമ്പ് ഹാജരാക്കി അവർക്ക് കക്ഷിക്ക് ന്യായം കിട്ടുള്ളൂ. അപ്പോൾ താങ്കൾക്ക് ഇതെല്ലാം കൃത്യമായിട്ട് അറിയാം എന്നറിഞ്ഞിട്ടും ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ താങ്കൾ ഏറ്റവും വലിയ തെറ്റല്ല ചെയ്തത്. അല്ല, എന്നോടൊന്നും ഞാൻ തെറ്റായിട്ടൊന്നും കരുതുന്നുമില്ല. ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എനിക്ക് കറക്റ്റായിട്ട് തന്നെ തോന്നിക്കുന്നത്. ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഈ കേസിനോട് ഇത്രയും ഇൻവോൾവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്ന നിലയിൽ, ഈ കേസിൽ യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാരെക്കുറിച്ച് ആരോപണങ്ങൾ ഉയരുമ്പോൾ അവർ അതിനെതിരെ ശബ്ദം ഉയർത്തേണ്ടത് നിങ്ങളുടെ കടമയല്ലായിരുന്നോ? അതിൽ എന്നോടാരും ചോദിച്ചില്ല, ഞാൻ അതുകൊണ്ട് പറഞ്ഞില്ല എന്ന് പറയുന്നത് അതിലൊരു എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? അല്ല, അതിനകത്ത് എനിക്ക് എന്റെ ഡ്യൂട്ടി അല്ലല്ലോ ശബ്ദം ഉയർത്തേണ്ട കാര്യമൊന്നും. അത് എന്റെ ഡ്യൂട്ടി ഒന്നുമല്ല. എന്റെ ഡ്യൂട്ടി കേസ് നടത്തുന്ന കാര്യങ്ങൾ മാത്രം. പച്ചക്കള്ളം എന്താണ് മനസ്സാവാച കർമ്മം അറിയാത്തൊരു കാര്യം ഒരാളുടെ പേര് എഴുതി വെച്ച് അയാളെ വേട്ടക്കിട്ട് കൊടുക്കുമ്പോൾ അങ്ങനെയല്ല എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം അഭിഭാഷക നിലയ്ക്ക് മാത്രമല്ല ഒരു പൗരനുണ്ട്. അല്ല, പൗരനുണ്ട്. അത് ഞാൻ അതിനുള്ള ഗൂഢാലോചന CBI കണ്ടെത്തിയപ്പോൾ ഞാൻ രംഗത്ത് വന്ന് കാര്യങ്ങൾ പറഞ്ഞില്ലേ? ആദ്യമേ പറഞ്ഞത് താങ്കൾക്കാണ് ആദ്യമേ ആ ഒരു ഡ്രാഫ്റ്റ് കിട്ടിയിരുന്നത്. ആ 21 പേജുള്ള ഡ്രാഫ്റ്റ് താങ്കൾ കിട്ടിയിരുന്നത്, താങ്കൾ അത് വായിച്ചു നോക്കിയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിലില്ലാത്ത ആൾക്കാരെ കുറിച്ച് ആരോപണങ്ങൾ വരുമ്പോൾ അതിലില്ലായിരുന്നു എന്ന് പറയേണ്ട കടമ താങ്കൾക്കില്ലേ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ? നിരപരാധീനല്ല ഇവിടെ ക്രൂശിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നേരം താങ്കൾക്ക് അതിനെതിരെ ശബ്ദം ഉയർത്തിക്കൂടെ? അല്ല, നിരപരാധിയെ ക്രൂശിക്കൊണ്ടിരിക്കുന്ന ഉത്തരത്തിലാണ് ഞാൻ ഇപ്പൊ ഇതിന് പത്രസമ്മേളനം നടത്തിയത്. ബാക്കിയുള്ളവരുടെയൊക്കെ ഉണ്ടോ ഇല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനെ കുറിച്ചൊന്നും ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ലല്ലോ. അതായത് ഒരു അഡ്വക്കേറ്റ് എന്ന നിലക്ക് എന്ത് എത്തിക്സ് ആണ് അഡ്വക്കേറ്റ് ഫെനിൽ ഫോളോ ചെയ്യുന്നത് എന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എത്തിക്സ് വരാന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ എത്തിക്സ് എന്ന് പറഞ്ഞാൽ, എനിക്ക് എത്തിക്സിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് ഇത്രയും വർക്കും കേസുകളും കാര്യം കിട്ടത്തില്ല. അത് ആദ്യം മനസ്സിലാക്കണം. എനിക്ക് സോളാർ കേസിനകത്ത് യാതൊരു എത്തിക്സ് ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും കേസുകളും കാര്യങ്ങളും എനിക്ക് ഇത്രയും വർക്കുകൾ ബിസിയാണ്. ഉള്ളതുകൊണ്ടാണ് അത്രയും കേസ് കിട്ടുന്നത്. വരുന്ന ആളുകൾക്ക് നീതി കിട്ടും. എൻ്റെ അടുത്ത് ആര് വന്നാലും, എരെ വന്നാലും പ്രതി വന്നാലും ഞാൻ പറയും രക്ഷിച്ചെന്ന് പറഞ്ഞാൽ രക്ഷിച്ചിരിക്കും. നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ മന്ത്രിസഭയുടെ 2ാം പുനർസംഘടനയെക്കുറിച്ച് ചർച്ച നടക്കുന്നു. ഗണേഷ് കുമാർ MLAക്ക് മന്ത്രിസ്ഥാനം കൊടുക്കുന്നതിനെ പറ്റി വളരെയധികം ചർച്ച നടക്കുന്നു. പെട്ടെന്നൊരു സന്ദർഭത്തിൽ ഫെനി ബാലകൃഷ്ണന് ഈ ഒരു വിഷയത്തിൽ ഗണേഷ് കുമാറിനുള്ള പങ്കിനെ പറ്റി ഓർമ്മ വരികയും പെട്ടെന്നൊരു അഭിഭാഷക മൂല്യമെല്ലാം ഉണരുന്നു. ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയുവാൻ പ്രസ് മീറ്റ് വിളിച്ചു കൂട്ടുന്നു, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഇതിൻ്റെ പുറകിലൊരു രാഷ്ട്രീയ അജണ്ടയുണ്ടോ? ഇല്ല. ഇത് നമ്മുടെ CBIയുടെ ഒരു റിപ്പോർട്ട് വരികയും അതിനകത്തൊരു ഗൂഢാലോചന ഉണ്ടെന്ന് CBI കണ്ടെത്തുകയും ചെയ്യുകയും അത് മീഡിയയിൽ വന്നതിന് ശേഷം, എന്നിട്ട് ഞാനൊന്നും മിണ്ടിയില്ലായിരുന്നു. മീഡിയക്കാരാണ് എന്നോട് ചോദിച്ചത്, ഇതിനെക്കുറിച്ചൊരു പ്രതികരണം ചോദിച്ച ശേഷമാണ് ഞാൻ സ്വമേധാ പത്രസമ്മേളനം നടത്താനായിട്ട് വന്നത്. അല്ലാതെ എന്നെ വീട്ടിൽ ആ ഒരു രാഷ്ട്രീയക്കാരും എൻ്റെ പുറകിലില്ല. എനിക്കൊരു രാഷ്ട്രീയക്കാരുടെ ഹെൽപ്പും വേണ്ട. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ വാദങ്ങൾ പൂർത്തിയാകുന്നു, നമ്മുടെ മറുവാദങ്ങൾ പൂർത്തിയായി, ഓഡിയൻസ് ക്വസ്റ്റ്യൻസ്. ഇനിയിപ്പോൾ ന്യായവിധിയുടെ സമയമാണ്. സർ പ്ലീസ്. അവസാനത്തിൽ നിന്ന് തുടങ്ങാൻ തോന്നുന്നു. ഈ ചർച്ചയിൽ പങ്കെടുത്ത നിയമ വിദ്യാർത്ഥികളും മുൻ പോലീസ് ഉദ്യോഗസ്ഥനുമെല്ലാം അഭിഭാഷകൻ്റെ പ്രൊഫഷണൽ എത്തിക്സ് ശ്രീ ഫെനി ബാലകൃഷ്ണൻ പാലിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നതാണ് ആശങ്കപ്പെട്ടത്. അതൊരു പൊതുസമൂഹത്തിൻ്റെ ആശങ്ക കൂടിയാണ്. കാരണം ഈ ചർച്ച മുഴുവൻ കേൾക്കുന്ന പൊതുസമൂഹത്തിലെ ആർക്കും തോന്നും. കാരണം സോളാർ കേസിലെ നായികയും അവരുടെ അഭിഭാഷകനായിരുന്ന ഫെനി ബാലകൃഷ്ണനും ഈ പറയുന്ന ഈ രഹസ്യരേഖകൾ കൈമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഈ രഹസ്യരേഖകൾ വക്കാലത്ത് ഒഴിഞ്ഞതിന് ശേഷവും എന്തുകൊണ്ട് തിരികെ ഏൽപ്പിച്ചില്ല എന്ന നിയമ വിദ്യാർത്ഥിയുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം വെച്ചാൽ ഒരു വക്കീൽ ഈ വക്കാലത്ത് ഒഴിയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് തന്നെ ചെയ്യേണ്ട ഒരു നടപടിയായിരുന്നു അത്. പിന്നെ ഈ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ കോളിളക്കം ഉണ്ടാക്കിയ സംഭവ പരമ്പരകൾക്ക് നിദാനമായിട്ടുള്ളൊരു കത്താണ് ഇതിൻ്റെ ഒരു കേന്ദ്ര ബിന്ദുവായിട്ട് നിൽക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും ദുരൂഹമായി നിൽക്കുന്നു, അല്ലെങ്കിൽ അവ്യക്തമായി നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ആകത്തുകയായിട്ട് തോന്നുന്നത്. കാരണം ഇവിടെ പല പേരുകളും പരാമർശിക്കപ്പെട്ടു. ഏറ്റവും കൂടുതലായിട്ട് ഇതിന് ഈ ശരവ്യനായിട്ടുള്ളത് മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയാണ്. ശ്രീ ഫെനി ബാലകൃഷ്ണൻ ഇപ്പോൾ അത് ഈ ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിന് ശേഷമാണെങ്കിലും ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന് നമ്മൾ പറയുന്നത് പോലെ ഇപ്പോഴെങ്കിലും അത് സമ്മതിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ തുറന്നു പറയുന്നു. അദ്ദേഹത്തിൻ്റെ പേര് എഴുതി ചേർക്കപ്പെട്ടതാണ്. മാത്രമല്ല ഇതിൽ ഈ പറയുന്നത് പോലെ തന്നെ മന്ത്രിയാവാൻ ആഗ്രഹിച്ചിരുന്ന, അല്ലെങ്കിൽ മന്ത്രിസ്ഥാനം കിട്ടാതിരുന്ന KB ഗണേഷ് കുമാർ ഉൾപ്പെടെയുള്ള ഒരു 3-അംഗ സംഘത്തിൻ്റെ ഒരു ഇടപെടലുകളൊക്കെ കാര്യമായിട്ട് ഇതിൽ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോൾ ഈ രാഷ്ട്രീയത്തിലുള്ള ഈ അധികാരമോഹം, അല്ലെങ്കിൽ
അല്ലെങ്കിൽ പണത്തിൻ്റെ സ്വാധീനം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്തായാലും ഈ പറയുന്നത് പോലെ തന്നെ ഇത്രയും വിശദമായിട്ട് ചർച്ചകൾ നടന്നിട്ടും അവ്യക്തതകൾ ബാക്കി നിർത്തിക്കൊണ്ട്, ദുരൂഹതകൾ ബാക്കി നിർത്തിക്കൊണ്ടാണ് ഈ ചർച്ച അവസാനിക്കുന്നത് എന്ന് ജനകീയ കോടതിക്കും പറയാനുള്ളൂ. താങ്ക് യു സർ, താങ്ക്സ് എ ലോട്ട്. അപ്പോൾ അങ്ങനെയാണ് സോളാർ ഇറങ്ങിയിൽ ഇനിയും കഥാപാത്രങ്ങളുണ്ട്, ഇനിയും ഇരുട്ടുമൂലകളുണ്ട്, പണം കൊടുത്തവരുണ്ട്, പണം വാങ്ങിയവരുണ്ട്, ഒരുപാട് ദുരൂഹതകളുണ്ട്. പക്ഷേ സത്യമെന്നായാലും പുറത്തു വരും പൂർണ്ണാർത്ഥത്തിൽ എന്നതിന് കാലമാണ് സാക്ഷ്യം. അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും കാണും. ഗുഡ് ബൈ. കാപ്പ എന്ന ചലച്ചിത്രത്തിന് പ്രചോദനമായ, സിനിമയെ വെല്ലുന്ന സ്വന്തം ജീവിതാനുഭവങ്ങളുമായി ഗുണ്ടുകാട് സാബു. ഗുണ്ടുകാട് സാബു എന്ന മുൻ ഗുണ്ടാ നേതാവിന് നെഞ്ചിൽ കൈവച്ച് പറയാൻ കഴിയുമോ? കുറ്റകൃത്യങ്ങളുടെ അധോലോകത്തിൽ നിന്ന് 101% മുക്തനായി നെഞ്ചിൽ കൈവച്ച് പറയുമോ സാബു? ഇല്ല. ഗുണ്ടാ നേതാവായിരുന്നു എന്ന് പറയുന്നതിൽ ഇപ്പോൾ ഖേദിക്കുന്നുണ്ട്. ഞാൻ ഒരു നല്ലവനായിട്ട് ജീവിച്ച് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഞാൻ നടന്നു കഴിഞ്ഞാൽ അതെൻ്റെ ജീവനാപത്താവും. എൻ്റെ ചേട്ടൻ എൻ്റെ കൂടെയുള്ള എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. അയാൾ കുറച്ചുകൂടെ ആക്രമണത്തിൽ മരിച്ചപ്പോൾ ഞങ്ങളെല്ലാവരും പ്രതിരോധിക്കാൻ വേണ്ടി ഇറങ്ങി. പ്രതിരോധിക്കാൻ വേണ്ടിയാണോ പകരം വീട്ടാൻ വേണ്ടി ഇറങ്ങി? സാബു പട്ടിണിയാണെങ്കിൽ നമുക്ക് പട്ടിണിയിൽ ജീവിക്കാം, പക്ഷെ പ്രാണഭയത്തോടെ ജീവിക്കുക എന്ന് പറയുന്നത് അതൊരു ഗതികേടല്ലേ? ആയിരിക്കാം.